ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സഹനം പാർട്ട് 7. ശ്രീനിവാസന്റെ ഉള്ളാകെ വെറുപ്പ് കൊണ്ട് നിറഞ്ഞു. നിസ്സഹായായി നിന്നു ലീലാവതി. ശാന്തിയുടെ മുറ്റത്ത് ടാക്സി നിൽക്കേണ്ട താമസം. വിനു ഇറങ്ങി ഓടി അകത്തേക്ക്. അമ്മേ, അവൾ ഉറക്കെ വിളിച്ചു. മോളെ. അമ്പരപ്പാർന്ന വിളിയോടെ അരുന്ധതി അകത്തു നിന്ന് പാഞ്ഞു വന്നു. വിനു കണ്ടു. ഒരു പോറൽ പോലും ഇല്ല അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ല അല്ലേ അമ്മേ? ചോദിച്ചു വിനു അവരെ കെട്ടിപ്പിടിച്ചു. ഒന്നും പറ്റിയില്ല മോളെ. എൻ്റെ മോനും അവൻ്റെ അച്ഛനും എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അവരെന്നെ താങ്ങിക്കോളും മോളെ. അരുന്ധതി അത്യധികം വാത്സല്യത്തോടെ അവളെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ എന്തേ മോളെ ഇത്ര പെട്ടെന്ന് പോന്നത്? അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ചേച്ചി ബഹളം കൂട്ടുകയായിരുന്നു. അതാ പോന്നത്. അവൾക്ക് പിന്നാലെ കയറി വന്ന ആനന്ദ് പറഞ്ഞു. അതറിയാനൊന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ മോളെ? ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നല്ലോ. അരുന്ധതി ശാന്തമായി പറഞ്ഞു. കൊണ്ടുപോയത് നിന്റെ അച്ഛനും അമ്മയല്ലേ? അവർക്കും ഇല്ലേ എത്രയായാലും ചില കടമകളൊക്കെ? ഇത് കടമയല്ലമ്മേ, എല്ലാവരോടും എന്നെ. വിനു വിമ്മി പൊട്ടി. പറഞ്ഞത് പൂർത്തിയാക്കാതെ അവൾ അകത്തേക്ക് ഓടി. അന്ന് വൈകുന്നേരം ശാന്തിയിൽ ഫോൺ ബെല്ലടിച്ചു. മുറിയിലായിരുന്നു വിനു. കിടക്കുകയായിരുന്നു. ഇന്ദിര വാതിക്കലെത്തി. മോൾക്കാൻ ഫോൺ. വിനു എണീറ്റ് വന്നു. നന്ദി തിരികെ വന്നതിന്. അനന്തുവിൻ്റെ സ്വരമായിരുന്നത്. എനിക്കുമുണ്ട് നന്ദി. വിനുവിൻ്റെ സ്വരം മുറുകി. എന്തിന്? എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ ഒരു അവസരം തന്നതിന്. എന്താ വിനു? എന്നെയും എൻ്റെ ഗർഭത്തെയും ഇപ്പോഴേ ഏറ്റെടുക്കുമ്പോൾ എത്ര ലക്ഷം കിട്ടുമെന്നായിരുന്നു അനന്തുവിൻ്റെ പ്രതീക്ഷ? വിനുവിൻ്റെ സ്വരം കല്ലിച്ചു. വിനു ഞാൻ. അനന്തു വെക്കി. മറയ്ക്കണ്ട, ഒളിക്കാൻ ശ്രമിക്കണ്ട. എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി. വൈകിയാണെങ്കിലും. വിനു എന്നെ തെറ്റിദ്ധരിച്ചു. ഇല്ല, ശരിയായി ധരിച്ചു. ഒരു കാര്യം കൂടി, എന്നെയും എൻ്റെ ഗർഭത്തെയും വെറുതെ വിടുക. സ്വസ്ഥമായി ഞാനിന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. പകരം എന്തു വേണം? എത്ര ലക്ഷം വേണം? പറഞ്ഞോളൂ, ഞാൻ എഴുതി തരാം. നോ വിനു, എന്നെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഒരുപാട് പേര്. എല്ലാ കണ്ണുകളും എൻ്റെ ഷെൽഫിലുള്ള പാസ്ബുക്കിലും. പ്ലീസ് വിനു, ഞാൻ പറയുന്നത്. വേണ്ട, ഒരു വിശദീകരണം ഇനി വേണ്ട എനിക്ക്. അനന്തുവിനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. എന്നിട്ടും കൊച്ചൻ ചിറ്റാടുത്ത് പോയി വിവാഹാലോചനയ്ക്ക്. എന്തിന്? പണത്തിനോടുള്ള ആർത്തി അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് പിന്നിൽ? ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് പ്രസവിക്കാൻ അനുവദിക്കുക. എൻ്റെ കുഞ്ഞിനെ മാത്രം സ്നേഹിച്ച് ഞാൻ ഇവിടെ ഒന്ന് ജീവിച്ചോട്ടെ അനന്തു. പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ശല്യപ്പെടുത്താൻ വരില്ലേ? വിനു റിസീവർ വെച്ചു. എന്നിട്ട് നിന്ന് പൊട്ടി തുറന്നു കരഞ്ഞു. പിന്നിൽ നിന്ന് അരുന്ധതി അവളെ ചേർത്ത് പിടിച്ചു. സാന്ത്വനിപ്പിക്കുന്നത് പോലെ. എല്ലാം അവർ കേട്ടു നിൽക്കുകയായിരുന്നു. അമ്മേ, അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്കിങ്ങനെ ജീവിക്കണ്ട അമ്മേ, മരിച്ചാ മതി. വെഡിത്തം പറയല്ലേ മോളെ. അരുന്ധതി അവളെ മുറുകെ പുണർന്നു. റിസീവർ വെച്ച് കഴിഞ്ഞ അനന്തവും ആകെ തളർന്നു പോയിരുന്നു. അവൾ തന്നെ തള്ളി പറഞ്ഞതിലും അവനെ വേദനിപ്പിച്ചത് അവളുടെ ലക്ഷ്യങ്ങളാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് ആരോപിച്ചതാണ്. എല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഇനി നേരെയാക്കാനാവില്ല. അതായിരുന്നു അവൻ്റെ സങ്കടം. ഇനി താനായിട്ട് അവളെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് തന്നെ അനന്ത് തീരുമാനിച്ചു. മനസ്സ് അവളെ ആഗ്രഹിച്ചെങ്കിലും മറ്റൊരു പെണ്ണിനെ ജീവിത പങ്കാളിയാക്കാനാവും ദൈവവിധി. ഇനി അച്ഛൻ പറയുന്നതനുസരിക്കാം. അച്ഛൻ പറയുന്ന പെണ്ണിനെ കെട്ടാം. അതാവും നല്ലത്. മനസ്സില്ലാ മനസ്സോടെ അനന്തു അങ്ങനെ തന്നെ തീരുമാനിച്ചു. വിനു പിറ്റേ ദിവസം മുതൽ ലീവിൽ പ്രവേശിച്ചു. അതായിരുന്നു അരുന്ധതിയുടെ നിർദ്ദേശം. തൽക്കാലം ലോസ് ഓഫ് പേ. ആവശ്യം വരുമ്പോൾ മെറ്റേണിറ്റി ലീവ് എടുക്കാം. വിനുവിന് മാസം 9 ഡേറ്റിന് ഇനി 3 ആഴ്ചയുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അതാണ് നന്ന്. അരുന്ധതി അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ ഒരു രാത്രിയിൽ പെട്ടെന്ന് വിനുവിന് പെയിൻ ആരംഭിച്ചു. നിലവിളിക്കാൻ തുടങ്ങിയവൾ. ഇന്ദിര അന്ന് വീട്ടിലേക്ക് പോയിരുന്നു. ഒറ്റയ്ക്കായ അരുന്ധതി ഭയന്നു പോയി. രാത്രി എന്ന് പോലും ഓർക്കാതെ അവർ പുറത്തേക്ക് ഇറങ്ങി പാഞ്ഞു. ഇനിയും 3 ആഴ്ച കൂടിയുണ്ട് ഡോക്ടർ സൂസന്നെ പറഞ്ഞ പ്രകാരം ഡേറ്റിന്. വീട്ടിൽ ആൺതുണയില്ലാത്തതിനാൽ പറഞ്ഞ ഡേറ്റിന് ഒരാഴ്ച മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിരുന്നു അരുന്ധതിയുടെ തീരുമാനവും. സന്ധ്യ വരെ വിനുവിനൊരു വിഷമം ഉണ്ടായിരുന്നതുമില്ല. പെട്ടെന്നായിരുന്നു തുടക്കം. തികച്ചും അപ്രതീക്ഷിതം. ഉറക്കത്തിലായിരുന്നു ഇരുവരും. ആദ്യത്തെ പ്രസവം, അതിൻ്റെ ആരംഭം. ആരും കൂട്ടിനില്ലാത്ത അവസ്ഥ. അതാവാം വിനു ആകെ ഭയന്നുപോയി. അതോടെയാണവൾ നിലവിളിക്കാൻ ആരംഭിച്ചത്. ഇറങ്ങി ഓടുമ്പോൾ അരുന്ധതി വിനുവിനേക്കാൾ കൂടുതൽ ഭയന്നിരുന്നു. വിനുവിൻ്റെ അമ്മ അന്ന് ചോദിച്ചത് എത്ര ശരി. രാത്രിയിൽ ഒരാവശ്യം വന്നാൽ ആൺതുണയില്ലാത്ത ഈ വീട്ടിൽ നിങ്ങൾ 2 ആളും എന്തു ചെയ്യും എന്ന് ലീലാവതി ചോദിച്ചു.
ഇതാ അക്ഷരാർത്ഥത്തിൽ അത് സത്യമായിരിക്കുന്നു. പ്രസവ വേദന കൊണ്ട് പിടയ്ക്കുന്ന വിനു തനിച്ചാണ് വീട്ടിൽ. അത് ഓർത്തിട്ട് അരുന്ധതിക്ക് ഓടാൻ കഴിയുന്നില്ല. കാലുകൾ നീങ്ങുന്നുമില്ല. വല്ലാത്ത ഭയം, പരവേശം. വഴിയിലെങ്ങും ഒരു ടാക്സി കാണുന്നില്ല. ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല. വിജയൻ ഹോസ്പിറ്റലിലാണ്. ഓട്ടോറിക്ഷ ചെറുതായിട്ടൊന്ന് ഇടിച്ചു. കാലിൽ വെച്ചുകെട്ടുമായി ഹോസ്പിറ്റലിലാണവൻ. അല്ലെങ്കിൽ അവൻ്റെ ഓട്ടോറിക്ഷ മതിയായിരുന്നു. ഹോസ്പിറ്റലിൽ വിജയനെ നോക്കാൻ ഭാര്യ കൂടെ നിൽക്കുകയാണ്. കുട്ടികൾ വീട്ടിൽ തനിച്ച്. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഇന്ദിര രാത്രിയിൽ കുട്ടികൾക്ക് കൂട്ടിനായി പോകും. അല്ലെങ്കിൽ ഇന്ദിര എന്നും ഉണ്ടാകുമായിരുന്നു കൂട്ടിന്. വിനു ഗർഭിണി ആയതിൽ പിന്നെ ഇന്ദിര സ്വന്തം വീട്ടിലേക്ക് രാത്രിയിൽ പോയിട്ടേയില്ല. പക്ഷേ ഇതാ ഏറ്റവും അത്യാവശ്യം വന്ന ദിവസം അവളുമില്ല. അരുന്ധതി കിതച്ചു, തളർന്നു. ദൂരെ നിന്നൊരു ഓട്ടോറിക്ഷ വരുന്നെന്ന് തോന്നി. അടുത്തായപ്പോൾ നിരാശ. അത്യന്തം വിഷമത്തോടെ അരുന്ധതി അറിഞ്ഞു അത് ഓട്ടോ അല്ല, ബൈക്കാണ്. അരുന്ധതി ബൈക്കിന് മുമ്പിൽ കൈ നീട്ടി. വിവരം പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ആരായാലും സഹായിക്കാതിരിക്കില്ല. ബൈക്ക് ചവിട്ടി നിർത്തിയ അനന്തു. തനിക്ക് മുൻപിൽ വല്യമ്മയെ കണ്ട അമ്മരുന്നു. പാതിരാത്രിയുടെ അടുത്ത സമയമാണ്. വല്യമ്മേ, എന്താ, എന്തു പറ്റി? ബൈക്കിൽ നിന്നിറങ്ങി അവൻ അരുന്ധതിക്കരികിലെത്തി. അനന്തു, നീയാണോ? ഈശ്വരനാ നിന്നെ ഇപ്പോഴിവിടെ എത്തിച്ചത്. എന്താ വല്യമ്മേ? ഒരു വണ്ടി വേണം ഉടനെ. വണ്ടിയോ? അതെ, വിനുവിന് പെയിൻ. ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ. വണ്ടി ഉടൻ വേണം, ക്വിക്ക്. വല്യമ്മ പോയിക്കോളൂ. ആദ്യം കിട്ടുന്ന വണ്ടിയുമായി ഞാനിതാ വന്നു കഴിഞ്ഞു. അനന്ത് ചാടി വണ്ടിയിന്മേലിരുന്നു. വണ്ടി തിരിച്ചു വന്ന വഴിക്ക് വിട്ടു. അരുന്ധതി തിരിച്ചോടി. വിനു അപ്പോഴും കരച്ചിലാണ്. നടുവിന് കൈകൾ കുത്തിപ്പിടിച്ച് ഞെളിഞ്ഞു പിരിയുന്നുണ്ട്. മോളെ, അവർ ഓടിച്ചെന്നവളെ താങ്ങി പിടിച്ചു. എൻ്റെ അമ്മച്ചിയെ, ഞാനിപ്പോൾ ചാവുവേ. വിനു അരുന്ധതിയെ കയറി പിടിച്ചു. 10 മിനിറ്റിനുള്ളിൽ ടാക്സിയുമായി അനന്തു മുറ്റത്തെത്തി. വലിയമ്മേ, അവൻ ബൈക്ക് നിർത്തി ചാടി ഇറങ്ങിയിട്ട് അകത്തേക്ക് ഓടി. അകത്ത് എണീക്കാൻ പോലും ആവാതെ പുളയുകയായിരുന്നു വിനു. ആകെ തകർന്ന മട്ടിൽ നിൽക്കുന്നു അരുന്ധതി. അടിവയറിൻ്റെ അകഭിത്തിക്കുള്ളിൽ ആരോ കൈച്ചര വീട്ട് ആഞ്ഞു കുത്തി വലിക്കുന്നത് പോലെ. അത്ര വേദന, പിടച്ചിൽ. വിനു വളഞ്ഞു കുത്തി. കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അനന്തുവിന്. അവൻ പാഞ്ഞകത്തേക്ക് ചെന്നു. മറ്റൊന്നും അപ്പോൾ ചിന്തിച്ചില്ല. സന്ദർഭമാണ് വലുത്. അവൻ വിനുവിനെ കോരിയെടുത്തു. അനന്തുവിൻ്റെ കഴുത്തിലേക്ക് തൻ്റെ 2 കരങ്ങളും വളച്ചിട്ട് കോർത്തു പിടിച്ചവൾ ബലം സ്വരൂപിക്കാനും വേദന കടിച്ചു പിടിക്കാനും ശ്രമിച്ചു. വിനുവിനെ അവൻ ടാക്സിക്കുള്ളിൽ കിടത്തി. അരുന്ധതിയും കയറി. മുൻപേ അനന്തു ബൈക്ക് വിട്ടു. പുറകെ ടാക്സിയും. ഹോസ്പിറ്റലിലെത്തിയ വടെ അനന്തു വീണ്ടും വിനുവിനെ കോരിയെടുത്തു. സിസ്റ്റർമാർ വിനുവിനെ നേരെ ലേബർ റൂമിലേക്കാണ് കയറ്റിയത്. ഡോക്ടർ സൂസന്നെ എവിടെ? അനന്തു അവിടെ കണ്ടൊരു സിസ്റ്ററിനോട് ചോദിച്ചു. വീട്ടിലുണ്ട്, സിസ്റ്റർ പറഞ്ഞു. വീട്ടിലോ? അനന്ത് ശബ്ദമുയർത്തി. അതെ, രാത്രി 10 മണി കഴിഞ്ഞാൽ ഡോക്ടർ വീട്ടിലേക്ക് പോകും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ വരൂ. ഇപ്പോൾ അത്യാവശ്യം ഉണ്ടായില്ലേ? ഡോക്ടറെ വിളിക്കേ, അനന്ത് പറഞ്ഞു. എന്തത്യാവശ്യം? ഇപ്പോൾ ലേബർ റൂമിലേക്ക് ഒരാളെ കൊണ്ടുപോയത് കണ്ടില്ലേ? ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, വേറെ ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ട്. അവർ നോക്കിക്കോളും. സിസ്റ്റേഴ്സും ജൂനിയർ ഡോക്ടേഴ്സുമോ? അനന്തുവിന് ദേഷ്യം വന്നു. അരുന്ധതി അവൻ്റെ അരികിൽ ചെന്ന് നിന്നു. അനന്തു, അവർ അവനെ തൊട്ട് വിളിച്ചു. ഇത് കേട്ടോ വല്യമ്മേ, സിസ്റ്റേഴ്സും ജൂനിയർ ഡോക്ടേഴ്സും ഇവിടെ ഉണ്ടെന്ന്. പ്രധാന ഡോക്ടർ വീട്ടിൽ കിടന്നുറക്കും. പറ്റില്ല, വിളിക്കവരെ. അനന്ത് ശബ്ദമുയർത്തി. സിസ്റ്റർ ശാന്തമായി പറഞ്ഞു. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് തന്നെ ഡോക്ടറെ വിളിച്ചുകൊള്ളും. നോ, പറ്റില്ല. ഡോക്ടർ സൂസന്ന ജോർജ് ഇവിടെ വരണം. അവർ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്ക് അവരെ ഭയമാണെങ്കിൽ വിളിക്കണ്ട. നമ്പർ പറയൂ, ഞാൻ വിളിച്ചോളാം. അനന്ത് ക്രുദ്ധനായി മുന്നോട്ട് നീങ്ങി. വേണ്ട. അനന്തുവിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് സിസ്റ്റർ തന്നെ ഡോക്ടർ സൂസന്ന ജോർജിനെ വിളിച്ചു. മാഡം, ഒരു ഡെലിവറി കേസ്. മാഡം തന്നെ വരണമെന്ന് പറഞ്ഞ സ്ത്രീയുടെ ഹസ്ബൻഡ് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നു, സിസ്റ്റർ പറഞ്ഞു. അത് കേട്ടതോടെ അനന്തു ഒന്ന് ചമ്മി. അവൻ പിന്നോക്കം വലിഞ്ഞു. അരുന്ധതി അവനെ ഒന്ന് നോക്കി. അതോടെ ചമ്മൽ പൂർത്തിയായി. ഭർത്താവിൻ്റെ അവകാശ അധികാരങ്ങളോടെയാണോ താൻ ശബ്ദമുയർത്തിയത്? ഫോൺ വെച്ചിട്ട് സിസ്റ്റർ അനന്തുവിന് നേരെ തിരിഞ്ഞു. നിങ്ങളുടെ വൈഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാഡം ഉടനെ എത്തും, പോരെ? അവർ പറഞ്ഞു. അനന്ത് കൂടുതൽ ചമ്മലായി. ഡോക്ടർ സൂസന്ന വന്നു. അരുന്ധതിയെ കണ്ടതോടെ അവർ നിന്നു. എന്താ, വിനുവിനെയാണോ കൊണ്ടുവന്നത്? അതെ ഡോക്ടർ, അരുന്ധതി പരിഭ്രമത്തോടെ വിവരിച്ചു. ഉറങ്ങുമായിരുന്നു ഞങ്ങൾ. പെട്ടെന്ന് കുട്ടി നിലവിളിയായി. വല്ലാണ്ട് പരിഭ്രമിച്ചു ഞാൻ. സാരമില്ല, വിനുവിന് നാളിതുവരെയുള്ള ചെക്കപ്പിൽ മറ്റെല്ലാം നോർമലാണ്. ഒരല്പം BP ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. എന്നാലും കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഡോക്ടർ പറഞ്ഞു.
എന്തോ എനിക്കൊന്നും അറിയില്ല. ആകെ ഒരു പരവേശം. അരുന്ധതി നെഞ്ചു തിരുമ്മി. ഡോൺ വെറി, ഞാനൊന്ന് നോക്കട്ടെ. ഡോക്ടർ അകത്തേക്ക് കയറി. ഇടയ്ക്കിടെ വിനുവിന്റെ നിലവിളി അരുന്ധതിയും അനന്തവും സ്പഷ്ടമായി കേട്ടു. അതോടെ ഇരുവരുടെയും പരിഭ്രമം ഇരട്ടിച്ചു. ഇങ്ങോട്ട് ഇറക്കി തരാൻ പറ വല്യമ്മേ, നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. അവിടെ ആകുമ്പോൾ പേടിക്കാനില്ല, അനന്ത് പറഞ്ഞു. ഡോക്ടർ എന്തു പറയുന്നു എന്ന് അറിയട്ടെ അനന്തു, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അനന്തു വെരുകിനെ പോലെ ഇടനാഴിയിലൂടെ നടന്നു. അരമണിക്കൂർ കഴിഞ്ഞു. അരയുഗം കഴിഞ്ഞ് അക്ഷമ തോന്നി അരുന്ധതിക്കും അനന്തുവിനും. ഡോക്ടർ സൂസന്ന ജോർജ് ഇറങ്ങി വന്നു. ഡെലിവറി സിംറ്റംസ് തന്നെയാണ്. പ്രസവം ഈസിയായി നടക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഡോക്ടർ നിർത്തി തെല്ല് വിഷമത്തോടെ. എന്താ? അനന്ത് ചോദിച്ചു. എന്താ ഡോക്ടർ? അരുന്ധതിക്ക് ഉത്കണ്ഠയായി. അരുന്ധതി അനന്തു വല്ലാതെ പരിഭ്രമിച്ചു. നോർമൽ ഡെലിവറി ആകത്തക്ക വിധം യൂട്രസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, ഡോക്ടർ പറഞ്ഞു. അരുന്ധതി പകച്ചു. ഇനി എന്താ ഡോക്ടർ ചെയ്യുക? ഓപ്പറേഷൻ വേണം. ഓപ്പറേഷനോ? അനന്ത് നടുങ്ങി. അവൻ അരുന്ധതിയെ നോക്കി. വലിയമ്മേ, നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. ഞാൻ ഒരു വണ്ടി കൊണ്ടുവരാം, അവൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയാലും പ്രതിവിധി ഓപ്പറേഷൻ തന്നെ. അതിവിടെ എനിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് കരുതി ഇവിടെ തന്നെ വേണമെന്ന് ഞാൻ പറയില്ല, ഡോക്ടർ സൂസന്ന പറഞ്ഞു. എവിടെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ അരുന്ധതി. അത് ഉടനെ വേണമെന്നേ ഉള്ളൂ. കാരണം വിനുവിന് BP ലേശം കൂടിയിട്ടുണ്ട്. ഡോക്ടർ, എൻ്റെ മോളെ രക്ഷിക്കണം, അരുന്ധതി പറഞ്ഞു. ഡോക്ടറെ എനിക്ക് വിശ്വാസമാണ്. തള്ളയും കുഞ്ഞും രണ്ടും രണ്ട് പാത്രമായി എനിക്ക് വേഗം തരണം. ഇങ്ങനെ അധികം വേദന തിന്നാൽ അവൾക്കും സഹിക്കാൻ എനിക്കും ത്രാണിയില്ല ഡോക്ടർ. അതാണ്, ഡോക്ടർ സൂസനയുടെ കയ്യിൽ പിടിച്ച് അരുന്ധതി പറഞ്ഞു. യെസ്, പെട്ടെന്നാകാം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാറാകുന്നു. ഒരു കാര്യം കൂടി, ബ്ലഡ് വേണ്ടി വരും. ബി പോസിറ്റീവ്. പെട്ടെന്ന് കിട്ടണം. ബ്ലഡ് വേണമെന്ന് മിഴിച്ചു നിന്നു അനന്തു. അരുന്ധതിയും ആകെ വിരണ്ടുപോയി. എന്താണ് ഇവർ ഈ പറയുന്നതൊക്കെ? ഞാൻ കൊണ്ടുവരാൻ വല്യമ്മ ആളെ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ പരസ്പരം അവരവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുള്ളതാണ്, ആത്മവിശ്വാസത്തോടെ അനന്ത് പറഞ്ഞു. ഞാൻ വിളിച്ചാൽ അവർ വരും വല്യമ്മേ. അനന്ത് ഓടി. നിൽക്ക് മോനെ. അരുന്ധതി പിന്നാലെ ചെന്നു. ചിറ്റാഴത്ത് ഒന്ന് അറിയിക്കണമല്ലോ അനന്തു. ഞാൻ ഫോൺ ചെയ്തേക്കാം വലിയമ്മേ. അത് അരുന്ധതി ഒന്ന് അറച്ചു. എന്താ? വിനുവുമായി പിണക്കത്തിലാണ് അവിടെ ഉള്ളവർ. ശ്രീനിവാസൻ ചേട്ടൻ ശരിക്കും പിണങ്ങി തന്നെയാണ്. ഫോണിൽ പോലും വിളിച്ച് വിവരങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞോളൂ വല്യമ്മേ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നീ അവിടെ ഒന്ന് പോയി പറഞ്ഞാൽ. പോകണമെങ്കിൽ പോകാം വല്യമ്മേ, അതിനെന്താ? അനന്ത് തൻ്റെ വണ്ടി ഇറക്കി. ഓരോ ഓട്ടോറിക്ഷയും വിളിച്ച് അതുമായിട്ടാണ് അവൻ പോയത്. 1-2 ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തി അവരെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ ചാടിക്കയറി അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ബി പോസിറ്റീവ് ബ്ലഡ് ഉള്ളവർ. അനന്തു ആദ്യം കൊട്ടാരപ്പറമ്പിലെത്തി. അമ്മയും അച്ഛനെയും വിവരം അറിയിച്ചു. അത് കഴിഞ്ഞ് ചിറ്റാഴത്തേക്ക്. പാതിരാത്രി കഴിഞ്ഞതിനാൽ വഴിയിൽ ട്രാഫിക് തീരെ കുറവായിരുന്നു. ഉദ്ദേശിച്ചതിന് മുൻപേ അനന്ത് ചിറ്റാഴത്തെത്തി. ബെല്ലടിച്ച് വാതിൽ തുറന്ന ഉടനെ വിവരം പറഞ്ഞു. അയ്യോ, എൻ്റെ കുഞ്ഞ്! ലീലാവതിയുടെ നെഞ്ചിൽ ഒരു തീ പടർന്നു. ആരുടെ കുഞ്ഞ്? ശ്രീനിവാസൻ സ്വരമുയർത്തി. നിന്റെ കുഞ്ഞായിരുന്നെങ്കിൽ അവൾ ഇപ്പൊ ഇവിടെ കണ്ടേനെ. ലീലാവതി ഞെട്ടിത്തിരിഞ്ഞു. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? ദേഷ്യവും പകയും ഒക്കെ ഈ സമയത്താണ് പുറത്തെടുക്കേണ്ടത്, അതും അവൾ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുമ്പോൾ. ശ്രീനിവാസൻ അനന്തുവിന്റെ അടുത്തേക്ക് വന്നു. നീ ആരാടാ? അനന്തു അമ്പരന്നു. എന്താണ് ശ്രീനിവാസൻ ചേട്ടന് തന്നെ മനസ്സിലായില്ലേ? ഇത് ഇവിടെ വന്ന് പറയാൻ നീ അവളുടെ ആരാണെന്ന്? ഇപ്പോഴത്തെ ഭർത്താവോ? ശ്രീനിവാസൻ വീണ്ടും ചോദിച്ചു ഉറച്ച സ്വരത്തിൽ. അനന്തു ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്? നമ്മൾ അറിയാത്തതാണോ അനന്തുവിനെ? ലീലാവതി അയാൾക്ക് അരികിലേക്ക് വന്നു. മിണ്ടരുത്, നീ അകത്ത് ഓടി. ശ്രീനിവാസൻ അവർക്ക് നേരെ കയർത്തു. അനന്തുവിന് മനസ്സിലായി വല്യമ്മ ധരിച്ചിരിക്കുന്നതിനേക്കാൾ വാശിയിലാണ് ശ്രീനിവാസനെന്ന്. ആനന്ദു അനു വിഷമഭാവത്തിലാണ് നിൽക്കുന്നത്. ശ്രീനിവാസൻ അവരെയും വിരട്ടി. കേറി പോടിയകത്ത് പോടാ. അനന്ത് പിന്തിരിഞ്ഞു. തൻ്റെ ബൈക്കിന്മേലേക്ക് കയറി. വിനു തൻ്റെ ചൊൽപ്പടിക്ക് നിന്നില്ല. തന്നെ അനുസരിക്കാതെ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. അതോടൊപ്പം അവളുടെ പേരിലുള്ള പണം തനിക്ക് എത്തി നോക്കാൻ പോലും വയ്യാത്തത്ര അകലത്തിലായി. ഇതൊക്കെയാവാം ശ്രീനിവാസന്റെ പ്രശ്നം. എന്നാലും മകൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞാലും ഒരച്ഛൻ വാശി കാണിക്കാമോ? പണത്തിന് ഇത്രയേറെ കരുത്തോ? അനന്തുവിന് അതിശയമായി. അനന്തു തിരികെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സമയം 3 ആകുന്നു. കൊട്ടാരപ്പറമ്പിൽ നിന്ന് പ്രഭാകരൻ രാജേശ്വരി എത്തിയിരുന്നു. അരുന്ധതിയുടെ കയ്യിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞൊരു ചോരക്കുഞ്ഞ്. പെൺകുഞ്ഞ്. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ആകെ ബഹളമയം. കുഞ്ഞിന് മാറോടടുക്കി
അരുന്ധതി വിറങ്ങലിച്ചിരിക്കുന്നു. ആകെ വിയർത്തു കുളിച്ചു നിൽക്കുന്നു പ്രഭാകരനും രാജേശ്വരി. എന്താ അച്ഛാ, എന്തു പറ്റി? അനന്ത് പാഞ്ഞു വന്നു. വിനുവിന് ബ്ലീഡിങ് നിൽക്കുന്നില്ല, കയറ്റുന്ന രക്തം കൂടി പുറത്തേക്കെടുക്കുന്ന പരുവം. പ്രഭാകരൻ പറഞ്ഞു. എൻ്റെ ഈശ്വര, ഇനി എന്താ ചെയ്യുക? രാജേശ്വരി തലയ്ക്ക് കൈ കൊടുത്ത് താഴേക്കിരുന്നു. ഈ കുഞ്ഞിനെ തള്ളയില്ലാതാക്കല്ലേ. അനന്തുവിൻ്റെ ആത്മാന്തരാളങ്ങളിൽ ഒരു തീപ്പൊട്ടൽ. അപ്പോൾ വിനു ഒരു കുതിപ്പായിരുന്നു അവൻ. മറ്റുള്ളവർ തടഞ്ഞിട്ട് നിൽക്കാതെ അവൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നു. ചെന്നപാടെ ഡോക്ടർ സൂസന്നെ കടന്നു പിടിച്ചു. ഹൂ ആർ യു? ഡോക്ടർ സൂസന്നയ്ക്ക് തൊട്ടടുത്ത് നിന്നിരുന്ന ഡോക്ടർ ജോർജ് തോമസ് ശബ്ദമുയർത്തി. ഇരുവരും അശ്രാന്തം പരിശ്രമിക്കുകയാണ് വിനുവിന്റെ ബ്ലീഡിങ് നിർത്താനും രക്ഷപ്പെടുത്താനും. ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇതുവരെ ഡെലിവറി കേസിൽ ഡോക്ടർ സൂസന്നയ്ക്ക് ഒരു കൈപ്പിഴ സംഭവിച്ചിട്ടില്ല. അതിന്റെ വിശ്വാസവും ധൈര്യവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഡോക്ടർ സൂസന്ന ആകെ അമ്പരപ്പിലാണ്, പരിഭ്രമത്തിലാണ്. അതാണ് അവർ ഡോക്ടർ ജോർജ് തോമസിനെ കൂടി സഹായത്തിന് വിളിച്ചത്. BP അല്പം കൂടുതലായിരുന്നു, എങ്ങനെയെന്നറിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞതോടെ വിനുവിന് ഹൈ BP ആയി, അതും ഇടയ്ക്കിടെ മാത്രം. BP നോർമലാക്കാനാണ് 2 ഡോക്ടർമാരുടെയും അക്ഷീണ പരിശ്രമം. പക്ഷേ നോർമലാകുന്നില്ല. ആ പരിഭ്രമത്തിനിടയിലാണ് അനന്ത് പാഞ്ഞു വന്നതും ഡോക്ടറെ കടന്നു പിടിച്ചതും. അനന്ത് കണ്ടു ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളിന്മേൽ അനക്കമറ്റ് കിടക്കുന്ന വിനുവിനെ. വസ്ത്രങ്ങളിലും താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റിൽ കിടക്കുന്ന തുണികളിലും ചുവപ്പ് പ്രളയം. അനന്തു ആകെ പരിഭ്രമിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവൻ ഡോക്ടറോട് ചോദിച്ചു, പറയൂ ഡോക്ടർ, വിനുവിന് ഇതെന്ത് പറ്റി? ഹൂ ആർ യു? അത്യന്തം ഗൗരവത്തിൽ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഡോക്ടർ ജോർജ് തോമസ് അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അനന്തു. നിന്റെ പേരല്ല ചോദിച്ചത്, ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നിനക്ക് എന്ത് കാര്യമെന്നാണ്. ഡോക്ടർ തികച്ചും ഗൗരവത്തിലായി. ഞാനാണ് വിനുവിനെ ഇവിടെ കൊണ്ടുവന്നത്, അനന്ത് പറഞ്ഞു. നീ ഇവിടെ ആരാണെന്നാണ് ചോദിച്ചത്? ഡോക്ടറുടെ ശബ്ദം പൂർവാധികം ഉയർന്നു. ചോദിച്ചതിന് മറുപടി പറയടാ. ഡോക്ടർ സൂസന്നയുടെ തോളിൽ നിന്ന് അനന്തുവിന്റെ പിടി പിടിവെച്ച് ഡോക്ടർ അവന്റെ ഷർട്ടിന് കൂട്ടിപ്പിടിച്ചു. പറയടാ, ഈ സ്ത്രീയെ അവരുടെ വീട്ടിൽ നിന്ന് എടുത്ത് വണ്ടിയിൽ കയറ്റി ഇവിടെ എത്തിച്ചത് ഞാനാ. ഒട്ടും കൂസാതെ അനന്ത് പറഞ്ഞു. ഞാനും ഇവരും തമ്മിലുള്ള ബന്ധം തൽക്കാലം അതാണ്, അതറിഞ്ഞാൽ മതി. തിരിച്ചതുപോലെ തന്നെ ജീവനോടെ ആ വീട്ടിലെത്തിക്കണം. അതാണ് ചോദിച്ചത് എന്തു പറ്റിയെന്ന്. നിങ്ങൾ പുറത്തു പോകണം. ഡോക്ടർ ദേഷ്യത്തിലായി. കാര്യമറിയാതെ ഞാൻ പോവില്ല മിസ്റ്റർ. ഡോക്ടർ സൂസന്ന അവൻ്റെ മുൻപിൽ വന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് നിങ്ങൾ ഇടിച്ചു കയറി വന്നത്. അത് തന്നെ തെറ്റാണ്. നിങ്ങൾ പോകാതെ ഈ സ്ത്രീയെ ഞങ്ങൾക്ക് നോക്കാനാവില്ല. നിങ്ങൾ നോക്കണ്ട. ഇവിടെ ആംബുലൻസ് ഇല്ലേ? വേഗം വിനുവിനെ ആംബുലൻസിൽ എടുത്തു കിടത്ത്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാം. അനന്ത് വിട്ടുകൊടുത്തില്ല. ഓഹോ, അതാണോ നിങ്ങളുടെ പ്ലാൻ? അതെ, എന്താ സംശയം? അനന്തു അതേപടി നിന്നു. മര്യാദയ്ക്ക് നിങ്ങൾ വേണ്ടത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് നിന്ന് വിളിച്ചു പോകും. എല്ലാം ചെയ്തു എന്ന നാട്യത്തിൽ ഇതാണ് വിധി എന്ന് പറഞ്ഞു ഒരു ശവശരീരമാണ് പുറത്തേക്ക് നിങ്ങൾ തള്ളുന്നതെങ്കിൽ വെച്ചേക്കില്ല ഞാൻ. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ഡോക്ടർ ജോർജ് തോമസ് പുറത്തേക്കിറങ്ങി അരുന്ധതിക്ക് അരികിലെത്തി. എന്താണ് വേണ്ടത്? മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ഇയാൾ ശടിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ മോളെ എനിക്ക് ജീവനോടെ തിരിച്ചു തരണേ ഡോക്ടറെ. അരുന്ധതി വിമ്മി പൊട്ടി കരയുകയാണ് ചെയ്തത്. ഒരു നിമിഷം ഡോക്ടർ ഒന്ന് ആലോചിച്ചു. കാര്യങ്ങൾ ഈ സമയം വരെ വരുതിയിലായിട്ടില്ല. പ്രശ്നം ഗുരുതരമാകുന്നതിന് മുമ്പ് കൈയൊഴിഞ്ഞാൽ അതാകും നല്ലത്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് റെഡിയായി. വിനുവിനെ സ്ട്രക്ചറിൽ കയറ്റി ആംബുലൻസിനുള്ളിലാക്കി. ബ്ലഡ് അപ്പോഴും കയറ്റുന്നുണ്ട്, ട്രിപ്പ് ഇടുന്നുണ്ട്. ഡോക്ടറും കയറൂ, അനന്ത് ഡോക്ടർ സൂസന്നയോട് പറഞ്ഞു. അത് വേണ്ട, ഡോക്ടർ ജോർജ് തോമസ് കൽപ്പിച്ചു. അവിടെ ചെന്നാൽ ഡോക്ടേഴ്സിനോട് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾ പറയുന്നതിനേക്കാൾ വ്യക്തമായി ഡോക്ടർക്ക് പറയാനാവും. ഡോക്ടർ കൂടി വന്നേ പറ്റൂ. സംഭവം അറിഞ്ഞ് ആ വെളുപ്പാങ്കാലത്തും ഹോസ്പിറ്റലിനുള്ളിൽ ആളുകൾ ചുറ്റും കൂടി. രോഗികളുടെ ബന്ധുക്കളും രോഗികളും ഉൾപ്പെടെ അനന്തുവിന്റെ ഫ്രണ്ട്സും കൂടെയുണ്ട്. അനന്തുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചു അവരെല്ലാവരും. ഡോക്ടർമാർക്കേ ഡോക്ടർമാരുടെ ഭാഷ മനസ്സിലാകൂ. ഒരു ജീവൻ രക്ഷിക്കുന്ന കാര്യമല്ലേട മാഡം. ഡോക്ടർ കൂടി ചെല്ലുന്നതല്ലേ നല്ലത്. വഴിക്ക് വെച്ചും എന്തെങ്കിലും കൂടുതലായാൽ നോക്കാമല്ലോ. ഒടുവിൽ ഡോക്ടർ സൂസന്നെ സമ്മതിച്ചു. അവരും ആംബുലൻസിൽ കയറിയിരുന്നു. അനന്തവും കയറി. അച്ഛാ, അവൻ പ്രഭാകരനോട് പറഞ്ഞു. ഒരു ടാക്സിയിൽ വല്യമ്മയും കൂട്ടി പോന്നോളൂ. പ്രഭാകരൻ സമ്മതിച്ചു. സൈറന് മുഴക്കി രാത്രിയിൽ പോകാവുന്നത്ര സ്പീഡിൽ ആംബുലൻസ് പാഞ്ഞു. ആംബുലൻസ് പോയ പിന്നാലെ ഡോക്ടർ ജോർജ് തോമസ് മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു. ഒരു എമർജൻസി കേസ് വിട്ടിട്ടുണ്ടെന്ന് അറിയിച്ചു. കേസിന്റെ സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞു. അതുകൊണ്ട് തന്നെ
മെഡിക്കൽ കോളേജിന്റെ ആംബുലൻസ് എത്തുമ്പോൾ സ്ട്രക്ചർ മുതൽ തിയേറ്റർ വരെ റെഡിയായിരുന്നു. കാര്യങ്ങൾക്ക് വേഗതയുണ്ടായി. ഡോക്ടർ സൂസന്റെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സിനോട് വിവരങ്ങൾ വഴിയാം വണ്ണം പറയുകയും ചെയ്തു. കേസിന്റെ എമർജൻസി സ്വഭാവം നല്ലവണ്ണം മനസ്സിലാക്കിയത് കൊണ്ടാകാം അന്നത്തെ ഗൈനക് യൂണിറ്റിലുള്ള എല്ലാ ഡോക്ടേഴ്സും അവിടെ ഒത്തുകൂടിയിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അനന്തു എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എമർജൻസി ടെസ്റ്റുകളുടെ റിസൾട്ടും മരുന്നുകളും ഒക്കെ യഥാസമയം എത്തിക്കുന്നതിന് വേണ്ടി അവൻ ഓടി നടന്നു. അവർ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞാണ് അരുന്ധതിയും പ്രഭാകരനും മറ്റും എത്തിയത്. നേരം പുലരുകയാണ്. ഡോക്ടർ കുറിച്ചു കൊടുത്ത ഇഞ്ചക്ഷനുള്ള മരുന്നുമായി എൻട്രൻസ് കടന്ന് തിയേറ്ററിലേക്ക് പാഞ്ഞു വരികയായിരുന്നു അനന്തു. ഡോക്ടർ സൂസന്ന അവനെ പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി ഭയപ്പെടാനൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും ബോധം വീണിട്ടില്ല. 2-3 മണിക്കൂർ കൂടി കഴിഞ്ഞാലേ ബോധം തെളിയൂ. അനന്തു അവരെ നോക്കി തെല്ലിട നിന്നു. അവന്റെ മുഖത്ത് തെളിച്ചമുണ്ടായി. ഡോക്ടർ, ആ സിറ്റുവേഷൻ എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ട് ഞാൻ പോലും അറിയാതെ എന്തൊക്കെയോ ഡോക്ടർ ക്ഷമിക്കണം. തെല്ല് വിഷമത്തോടെ അതിലേറെ ചമ്മലോടെ അനന്തു ക്ഷമ ചോദിച്ചു. ഹേയ്, ഡോക്ടർ അവന്റെ തോളിലൊന്ന് തട്ടി. നോ മാൻ, ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. തക്ക സമയത്താണ് നിങ്ങൾ ഇടപെട്ടതെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. നേരിയ പുഞ്ചിരി ഉണ്ടായിരുന്നു ഡോക്ടർ സൂസന്നയ്ക്ക്. പരാജയം ഏറ്റുപറയാൻ മടിയുണ്ടായില്ല അവർക്ക്. ഒരുപാട് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ആദ്യമാണ്. വിനുവിൻ്റെ ഓരോ ചെക്കപ്പിലും എപ്പോഴും എല്ലാം നോർമലായിരുന്നു. ഒരാഴ്ച മുമ്പ് പോലും ഞാൻ ചെക്ക് ചെയ്തതാണ്. ഉടൻ ഡെലിവറി ആകുന്നതിൻ്റെ ഒരു ലക്ഷണവും അന്നുണ്ടായിരുന്നില്ല. BP ലക്ഷം കൂടുതലേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം എന്ന് ചോദിക്കാം. ഡോക്ടറെ കഴിവുകേടെന്നും പറയാം. ഡെലിവറി കേസിൽ യാദൃച്ഛികവും അപ്രതീക്ഷിതവും സർവ്വസാധാരണം. നമ്മുടെ കണക്കുകൂട്ടലുകൾ ചിലയിടത്ത് പിഴയ്ക്കുന്നു. എത്ര സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലായാലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറുടെ കയ്യിലായാലും. അനന്ത് മിണ്ടിയില്ല. തെല്ല് കുറ്റബോധം ഉള്ളതുപോലെ അവൻ നിന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ചാടിക്കയറുകയും അവരെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. എന്തായാലും അനന്തുവിനെ ഞാൻ കുറ്റം പറയില്ല, അഭിനന്ദിക്കുന്നു. നിങ്ങളിപ്പോൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ രക്ഷിക്കാനുള്ള ശ്രമം തുടരും. അതൊരു പക്ഷേ അപകടത്തിൽ എങ്ങാനും കലാശിച്ചാൽ. ഡോക്ടർ നിർത്തി. ശരിയാണ്. പിന്നെ ഡോക്ടർ ജീവിച്ചിരിക്കണോ? ഹോസ്പിറ്റലിന് നിലനിൽപ്പുണ്ടോ? ഏതായാലും വിനുവിന്റെ അപകടനില തരണം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ പോകുന്നതിൽ തടസ്സമില്ലല്ലോ? ഡോക്ടർ ചിരിയോടെ ചോദിച്ചു. അനന്ത് പുഞ്ചിരിച്ചു. തെളിഞ്ഞ പുഞ്ചിരി തന്നെ. രാത്രി 10 ആയപ്പോൾ വീട്ടിലേക്ക് പോയ ഡോക്ടറെ 11 ആയപ്പോൾ താൻ തിരിച്ചു വിളിച്ചതാണ്. പിന്നീട് അവർ ഇമ്മകൾ പൂട്ടിയിട്ടില്ല. ക്ഷീണമുണ്ടാകും, അവർ പോകട്ടെ, അനന്ത് കരുതി. കയ്യിലിരുന്ന മരുന്നുകൾ ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് വരുമ്പോൾ ഇടനാഴിയിലെ കസേരകളിലിരിക്കുന്ന അരുന്ധതിക്കും പ്രഭാകരനും രാജേശ്വരിക്കും മുഖം തെളിഞ്ഞിരുന്നു. ബ്ലീഡിങ് നിന്നു. BP നോർമലായിരിക്കുന്നു മോനെ, അരുന്ധതി പറഞ്ഞു. ഏതായാലും അപകടഘട്ടം തരണം ചെയ്തു. അത് ദൈവകൃപ. രാജേശ്വരി ദൈവത്തിന് നന്ദി പറഞ്ഞു. അരുന്ധതിയുടെ നെഞ്ചോട് ചേർന്നു. അപ്പോഴും ആ ചോര കുഞ്ഞിരിക്കുന്നു. അനന്ത് കണ്ടു. കുഞ്ഞി കൺപോളകൾ മെല്ലെ ചിമ്മി ചിമ്മി കുഞ്ഞു നോക്കുന്നു. ലൈറ്റിന്റെ വെട്ടം കുത്തനെ കണ്ണിൽ പതിക്കുന്നത് കൊണ്ടാവാം അത് കൺപോളകൾ അടയ്ക്കുന്നത്. ചോര ചുണ്ടുകൾ പിളുത്തുന്നു. നാവ് നൊട്ടുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളമോ മറ്റോ ആകാം. രാജേശ്വരി ആ കുഞ്ഞു ചുണ്ടുകളിൽ ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളമാണ് ആ കുഞ്ഞ് നൊട്ടി നുണയുന്നത്. ഒരത്ഭുതം പോലെ അനന്ത് കണ്ടു. വിഷ്ണുവിനെ അതേപടി വാർത്തു വെച്ച മുഖം. അതെ, വിഷ്ണുവിന്റെ അതേ രൂപം. രാജേശ്വരിയും പ്രഭാകരനും പറഞ്ഞു. അനന്തുവിൽ ഈ കുഞ്ഞിന്റെ പിതൃത്വം ആരോപിക്കേണ്ടതായി വന്നതിൽ രാജേശ്വരിയും പ്രഭാകരനും ഖേദിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഈ വിവരം അറിഞ്ഞിട്ട് ലീലാവതി ശ്രീനിവാസൻ ചേട്ടനും വന്നില്ലല്ലോ. അരുന്ധതി തെല്ലമ്പരപ്പോടെ പറഞ്ഞു. നീ അവിടെ പോയില്ലേ അനന്തു? രാജേശ്വരി ചോദിച്ചു. പോയി, അനന്ത് പറഞ്ഞു. ആ ശ്രീനിവാസൻ ചേട്ടൻ ദേഷ്യത്തിലാണ്. കഷ്ടം, അരുന്ധതി പറഞ്ഞു. സ്വന്തം മകൾ ജീവന് വേണ്ടി പോരാട്ടം നടത്തുമ്പോഴാണോ അത് വാശിയും വൈരാഗ്യവും? അവർ വന്നില്ല എന്നറിയുമ്പോൾ വിനു എത്രമാത്രം വിഷമിക്കും. അരുന്ധതിക്ക് അതിലാണ് സങ്കടം. പുലർന്നിട്ട് വിനുവിനെ വാർഡിലേക്ക് കൊണ്ടുവന്നില്ല. പകരം ഒബ്സർവേഷൻ റൂമിൽ തന്നെ കിടത്തി. ഓരോരുത്തരും പോയി കണ്ടു. കണ്ണുമടച്ച ഒരേ കിടപ്പ്. വല്ലാതെ വിളറിയിരിക്കുന്നു. മുഖത്ത് അത്യധികം ക്ഷീണവും. നേഴ്സുമാരും ഡോക്ടർമാരും നല്ല ശ്രദ്ധയോടെ അവളെ പരിരക്ഷിച്ചിരുന്നു. അവൾ യുദ്ധത്തിനിടയിൽ മരണപ്പെട്ട ജവാന്റെ വിധവയാണെന്ന് അതിനോടകം ഡോക്ടർമാർ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ ആദരവും അനുതാപവും അവരിൽ നിന്ന് അവൾക്ക് ലഭിച്ചു. ഉച്ചയ്ക്ക് മുൻപ് തന്നെ വിനു തലയനക്കാനും മൂളാനും മെല്ലെ മിഴികൾ ചലിപ്പിക്കാനും തുടങ്ങി. അടഞ്ഞ കൺപോളകൾക്കുള്ളിൽ കൃഷ്ണമണികൾ ചലിക്കുന്നതറിയാം. അവൾ കണ്ണുകൾ തുറക്കാനും കാത്ത് എല്ലാവരും നിന്നു. ഉച്ചയായപ്പോഴേക്കും വിനു ആയാസപ്പെട്ട് കണ്ണുകൾ പതിയെ തുറന്നു. എല്ലാവരെയും നോക്കി. ഹാവൂ, എല്ലാ മനസ്സിലും
ആശ്വാസം കൊള്ളിത്തെന്നലായി. വിനു, ഓരോരുത്തരും വിളിച്ചു. അവൾ വിളി കേട്ടു. ശരിയായ ബോധം അവൾക്ക് ലഭിച്ചു എന്ന് തോന്നിയപ്പോൾ അരുന്ധതി അവളുടെ ബെഡിനരികിലേക്ക് വന്നു. വിനു, ദാ നമ്മുടെ പൊന്നുമോള്. വിനുവിന്റെ മിഴികൾ തിളങ്ങി. വിളറിയ മുഖത്ത് ആഹ്ലാദം പൂക്കുട നിവർത്തി. അവൾ കൈ നീട്ടി, വലത് കൈ കുഞ്ഞിനെ വാരി അണയ്ക്കാൻ. പക്ഷേ ആ കൈ ഉയർന്നില്ല. ഇടത് കര ഉയർന്നു. വിനുവിന്റെ ഇടത് കൈയും ഇടത് കാലും ചലിച്ചു. വലത് കൈയും വലത് കാലും അനങ്ങിയില്ല. ഭീകരമായൊരു ദുരന്തത്തിന്റെ ഉൾവിളി പോലെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ നടുക്കമായി ആ സത്യം. വിനുവിന്റെ വലത് കാലിന്റെയും കൈയുടെയും ചലനശേഷി നശിച്ചിരിക്കുന്നു. രാത്രിയിൽ വന്ന് വിവരം പറഞ്ഞിട്ട് അനന്ത് പോയ പിന്നാലെ ചിറ്റാഴത്ത് വഴക്ക് തുടങ്ങി. ശ്രീനിവാസം മാത്രം ഒരു വശത്ത്, ബാക്കി എല്ലാവരും എതിർചേരിയിൽ. അച്ഛനെ കാണിക്കുന്നത് മഹാപാപമാണ്, അനന്ത് പറഞ്ഞു. ചേച്ചി ഹോസ്പിറ്റലിലാണെന്നും ഓപ്പറേഷൻ റൂമിലാണെന്നും ഈ രാത്രിയിൽ അവർ ഇവിടെ വന്ന് അറിയിച്ചില്ലേ? ഫോൺ ഉണ്ടായിട്ടും ഫോൺ ചെയ്യാതെ ഇവിടെ ആള് വന്നത് കാര്യത്തിന്റെ ഗൗരവം അത്രയ്ക്ക് വലുതായിട്ടാകാം, അല്ലെങ്കിൽ നമ്മൾ അത്രയേറെ പ്രധാനപ്പെട്ടവരാണെന്ന് തോന്നിയിട്ടുമാകാം. രണ്ടുമല്ല, ശ്രീനിവാസൻ ഖണ്ഡിച്ചു. ഇവിടെ ഈ രാത്രിയിൽ അവൻ തന്നെ വന്നത് അവന് അവളോടുള്ള ആത്മാർത്ഥത നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. കള്ള റാസ്കൽ. അച്ഛനെല്ലാം തിരിഞ്ഞാണ് ചിന്തിക്കുന്നത്. നീ മിണ്ടണ്ട, ശ്രീനിവാസൻ കലി കൊണ്ടു. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരച്ഛനും ചെയ്യുന്ന കാര്യമല്ല, ലീലാവതി പറഞ്ഞു. ഇതുവരെ പറഞ്ഞതും ചെയ്തതും പോലെയല്ല ഇക്കാര്യം. ചേച്ചിക്ക് എന്തു പറ്റിയെന്നെങ്കിലും അറിയണ്ടേ അച്ഛാ? അനു ചോദിച്ചു. എന്തു പറ്റാനാ? ലേബർ റൂമിൽ കയറ്റി കഴിഞ്ഞാൽ അവള് വേറും, ശ്രീനിവാസൻ പറഞ്ഞു. എന്തേലും കുഴപ്പം സംഭവിച്ചാലോ അച്ഛാ? പോടി, അകത്തു കൂടി. ശ്രീനിവാസൻ അനുവിനെയും വിരട്ടി ഓടിച്ചു. ലീലാവതിക്ക് ആകെ സങ്കടവും വെപ്രാളവുമായി. താൻ 10 മാസം ചുമന്ന് 3 പ്രസവിച്ചു. അതിൽ ആദ്യത്തെ കൺമണിയാണിപ്പോൾ പ്രസവത്തിനായി വേദന കൊണ്ട് പിടയ്ക്കുന്നത്. ആ വേദന എന്തെന്ന് പുറത്ത് വെപ്രാളത്തോടെയാണെങ്കിലും നിൽക്കുന്ന പുരുഷനറിയില്ല, അകത്തനുഭവിക്കുന്ന പെണ്ണിനെ അറിയൂ. അതറിഞ്ഞ ലീലാവതിക്ക് വിനുവിന്റെ അടുത്ത് പറന്നെത്താൻ വെപ്രാളമായി. ശ്രീനിവാസന്റെ സമ്മതമില്ലാതെ പക്ഷെ പോകാനാവില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. 24 വർഷം പട്ടാളത്തിൽ നയിച്ച ചിട്ടയോടുകൂടിയ ജീവിതം, ആജ്ഞാപിക്കലും അനുസരിപ്പിക്കലും മാത്രം ശീലിച്ച ചെറുപ്പം ചോരയിൽ ദലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാവാം അനുസരണക്കേട് ഒട്ടും പൊറുക്കില്ല. റിട്ടയറായി വന്നിട്ടും തന്നോടും കുട്ടികളോടും പെരുമാറിയിരുന്നത് ആ പട്ടാള ചിട്ടയിലായിരുന്നു. ടൈം ടേബിൾ വെച്ചുള്ള ജീവിതം. അടുക്കള പണിക്കും ആഹാരത്തിനും പഠിത്തത്തിനും എല്ലാം കൃത്യം ടൈം പാലിക്കണം. കുട്ടികൾ അനുസരണക്കേട് കാട്ടിയാലും പട്ടാള രീതിയിലാണ് ശിക്ഷ. മുട്ടുകുത്തി മണിക്കൂറുകളോളം നിർത്തുക, മേൽപോട്ടും കീഴ്പോട്ടും ചാടിക്കുക, കമിഴ്ന്ന് കിടന്നപടി കിടത്തുക. എന്തെങ്കിലും അറിയാതെ കേടുവരുത്തുകയോ പൊട്ടിക്കുകയോ ചെയ്താൽ അതിന്റെ കഷ്ണങ്ങൾ തലയ്ക്കു മീതെ ഉയർത്തിപ്പിടിച്ച് വീടിന് ചുറ്റും 50-100 വട്ടം ഓടിക്കുക. അതൊക്കെയായിരുന്നു ശിക്ഷാരീതികൾ. കുഞ്ഞുങ്ങൾ മൂവരും യാചനാഭാവത്തിൽ കണ്ണീരോടെ തന്നെ നോക്കും. ഒരപേക്ഷയ്ക്കും കാലുപിടുത്തത്തിനും ഒന്നും ആ ചിട്ട മാറ്റാനായില്ല. കാലം കുറെ കടന്നു, മക്കൾ വലുതായി. അതുകൊണ്ടാവാം അത്തരം ശിക്ഷാരീതികൾ ഇപ്പോൾ ശാരീരികമായിട്ടില്ല. എന്നാലും ഉള്ളു കഴിച്ചൊരു തീരുമാനമെടുത്താൽ മാറ്റാൻ ഇപ്പോഴും പാടാണ്. താനായാലും മക്കളായാലും അക്കാര്യത്തിൽ ഇളക്കവുമില്ല എന്ന് കരുതി ഇതെങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ എങ്ങനെയാണ്? അവൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് അറിയിച്ചിട്ട് ഓടിയെത്താത്ത അമ്മ ഒരമ്മയാണോ? ലീലാവതി പുലരും വരെ കടിച്ചു പിടിച്ചു കഴിഞ്ഞു. പുലർന്നപ്പോൾ അവർ സാരി മാറ്റി ധരിച്ചു. എനിക്ക് പോകണം. അവർ ശ്രീനിവാസന്റെ മുൻപിലെത്തി. ശ്രീനിവാസന്റെ മുഖം വീർത്തു തന്നെയിരുന്നു. ലീലാവതി തെല്ല് ഈർഷ്യോടെ തന്നെ അയാളെ നോക്കി. എന്നിട്ട് ഉറക്കെ വിളിച്ചു, ആനന്ദേ. എന്തോ? അവനെത്തി. വേഗം ഷർട്ട് എടുത്തിട്ട് എന്നിട്ട് എൻ്റെ കൂടെ വാ, ലീലാവതി പറഞ്ഞു. ആനന്ദ് അനുസരിച്ചു. ഇരുവരും നേരെ പോയത് ഡോക്ടർ സൂസന്നയുടെ ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടർ സൂസന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന പാടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. രാത്രി മുഴുവൻ ഉറക്കം വിളച്ചതിനാൽ വിശ്രമിക്കുകയാവും. തിരിച്ചു വന്നിട്ടില്ല. എങ്കിലും കൗണ്ടറിൽ നിന്ന് അവർ രാത്രിയിൽ നടന്ന വിവരങ്ങൾ അറിഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നാലും ആളിന്റെ പൊസിഷൻ നോർമലായി കഴിഞ്ഞിട്ടാണ് മാഡം പോന്നത്. ലീലാവതി ആനന്ദിനെ നോക്കി. അന്യരായ കുറേ പേര് ഒരു രാത്രി മുഴുവൻ അവൾക്ക് വേണ്ടി വേപത് കൊണ്ട് പാഞ്ഞു നടന്നപ്പോൾ തങ്ങൾ വാശി പിടിച്ച് അനങ്ങാതിരുന്നു. ആനന്ദിന്റെ മുഖം കുനിഞ്ഞുപോയി. അച്ഛനെ ധിക്കരിക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അനന്ത് ചേട്ടനോടൊപ്പം ഇറങ്ങാമായിരുന്നു. അനന്ത് ചേട്ടന്റെ വണ്ടിക്ക് പിന്നിൽ ഇരുന്നാൽ മതിയായിരുന്നു. അച്ഛനെ ധിക്കരിക്കുന്നത് തെറ്റാണ്. എങ്കിലും ഇങ്ങനെയുള്ള ആവശ്യ സന്ദർഭങ്ങളിൽ ധിക്കാരം തന്നെയാവും ശരി. ലീലാവതി ആനന്ദും മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോഴോ 12:30 കഴിയാതെ ഉള്ളിലേക്ക് ആരെയും കടത്തിവിടില്ല. വാർഡുകളിൽ പരിശോധന നടക്കുന്ന സമയമാണ്. രാവിലെ 8 മുതൽ
ഉച്ചയ്ക്ക് 12:30 വേണയാണ് റൗണ്ട്സ്. ഓരോ യൂണിറ്റിലുമുള്ള ഡോക്ടർമാർ അവരവരുടെ ഉത്തരവാദിത്തത്തിലുള്ള രോഗികളെ വിശദമായി പരിശോധിച്ചിട്ട് വേണം മടങ്ങാൻ. മെഡിക്കൽ കോളേജ് ആയതിനാൽ ഒപ്പമുള്ള സ്റ്റുഡൻസിനോട് പരിശോധനകളും രോഗവിവരങ്ങളും ചികിത്സാ രീതികളും അതാണ് ഇത്രയേറെ സമയമെടുക്കുന്നത്. പക്ഷേ ലീലാവതി ആനന്ദും ആകെ പരവശരായി. ശാന്തിയിലുള്ള ആരെയും പുറത്തേക്ക് കാണുന്നുമില്ല. വിവരമൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. വിനുവിന് ബോധം തെളിഞ്ഞോ, അവൾ എണീറ്റോ, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങിയോ, ഒന്നും അറിയാഞ്ഞിട്ട് അവരുടെ നെഞ്ചു വിങ്ങി. അപ്പോഴാണ് ഇന്ദിര ഓടിയെത്തിയത്. ലീലാവതിയെ കണ്ടതോടെ ഇന്ദിരയ്ക്ക് തെല്ല ആശ്വാസമായി. എൻ്റെ ചേച്ചി, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയി. പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു വിനുമോൾക്ക്. രാവിലെ വരുമ്പോൾ വീടടഞ്ഞു കിടക്കുന്നു. അയലോക്കത്തൊക്കെ അന്വേഷിപ്പിച്ചപ്പോഴല്ലേ വിവരം അറിഞ്ഞത്. 12:30 ആകാതെ അകത്ത് കയറ്റില്ലെന്നറിയാം. ഒരു പ്രകാരത്തില ഞാൻ ഇത്രയും സമയം കഴിച്ചു കൂട്ടിയെ. ആകട്ടെ, ലീല ചേച്ചി എന്നാ പുറത്തു നിൽക്കുന്നേ? വിനുമോളുടെ കൂടെ അല്ലായിരുന്നു ഇന്നലെ? ഇന്ദിരയുടെ ചോദ്യം കേട്ടപ്പോൾ ലീലാവതിക്ക് തൊലി കിഴിയുന്ന നാണക്കേട് തോന്നി. ഭാഗ്യം 12:30 വാതിൽ തുറന്നു. ആനന്ദ് ഓപ്പറേഷൻ ചെയ്ത പേഷ്യൻസിനെ കിടത്തുന്ന വാർഡിൽ തപ്പി. ഒടുവിൽ ഡ്യൂട്ടി സിസ്റ്ററോട് അന്വേഷിച്ചു. അപ്പോഴാണ് വിനു ഒബ്സർവേഷൻ റൂമിലാണെന്നറിഞ്ഞത്. മൂവരും അങ്ങോട്ട് പാഞ്ഞു. അവിടെ ചെന്നപ്പോഴോ ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴുത്തിന് കീഴ്പോട്ട് തളർന്ന പടി കിടക്കുന്ന വിനു. ഒന്നു സ്വയം എണീക്കാനാവാതെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ മാറോട് ചേർത്ത് അമർത്തിപ്പിടിച്ച് മുലപ്പാൽ കൊടുക്കാനാവാതെ തടി പോലെ കിടക്കുന്ന മകൾ. കണ്ണുകൾ നിറഞ്ഞ് ഇരു ചെന്നിയിലൂടെയും കാട്ടാറ് പോലെ ഒഴുകുന്നു. ആ ഹൃദയം കത്തി ഉരുകി ഒലിച്ചിറങ്ങുകയാണ്. എൻ്റെ കുഞ്ഞെ, ഇത്ര ഭാഗ്യദോഷിയാണല്ലോടി നിന്നെ ഞാൻ പ്രസവിച്ചിട്ടത്. ലീലാവതി ചങ്കത്തടിച്ച് നിലവിളിച്ചു. വിനുവിനേറ്റ ദൗർഭാഗ്യം അറിഞ്ഞ ആദ്യ നിമിഷത്തിൽ തന്നെ മരവിച്ചതാണ് അരുന്ധതിയുടെ ചേതന. രാജേശ്വരിയുടെ കയ്യിലിരുന്ന് വിനുവിൻ്റെ കുഞ്ഞ് വാ പിളർത്തി കരയുന്നു. ആ കരച്ചിലാണ് വിനുവിൻ്റെ ഹൃദയത്തെ കത്തി ഒരുക്കുന്നത്. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ ഭിത്തിയിൽ തലചേർത്ത് വെച്ച് ഒരേ നിലയിലായിരുന്നു അനന്തവും. ഇന്നലെ രാത്രി 10 മുതൽ ഈ നിമിഷം വരെ വിശ്രമമില്ലാതെ പാഞ്ഞു നടന്നു. മനസ്സ് നിറയെ ഉത്കണ്ഠ മാത്രമായിരുന്നു. താൻ മനസ്സ് തുറന്ന് ആദ്യമായി സ്നേഹിച്ച സ്ത്രീ അവളാണെന്നോ, അവളെ തനിക്ക് സ്വന്തമായി വേണമെന്നോ ഒരു സെക്കൻഡ് പോലും ഓർമ്മിച്ചില്ല. ഒരു സ്ത്രീ, അവളുടെ ജീവൻ, അതുമാത്രമായിരുന്നു ഉള്ളിൽ. എന്നാൽ അവളുടെ നില നോർമലായി എന്ന് ഡോക്ടർ സൂസന്ന പറഞ്ഞപ്പോൾ മുതൽ ഉള്ളു തുടിച്ചുകൊണ്ടേയിരുന്നു. വേനുവിൻ്റെ ഉദരത്തിലെ വീർപ്പൊഴിഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു. ഇനി അവൾ ആ കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. കുഞ്ഞിനെ അണിയിച്ചൊരുക്കാനും പാൽ കൊടുക്കാനും താരാട്ട് പാടി ഉറക്കാനും മാത്രമേ സമയം കാണൂ. എങ്ങാനും എന്തെങ്കിലും ഒരു നിമിഷാർത്ഥമെങ്കിലും അവളുടെ മനസ്സിൽ തന്നെക്കുറിച്ച് ചിന്തയുണ്ടാകുമോ? ഉണ്ടാകാൻ വഴിയില്ല. മനസ്സങ്ങനെ ചാഞ്ചാടുമ്പോഴാണ് വെള്ളടി പോലെ ആ സത്യം തലച്ചോറിൽ ഭൂകമ്പമായി പതിച്ചത്. വിനു, അവൾക്ക് ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയില്ലെന്ന്. ഈശ്വര! അനന്തുവിൻ്റെ ഉള്ളം നൊന്തു. വീണ്ടും വീണ്ടും ഈ പാവം പെണ്ണിനെ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു? ഇത്രയ്ക്ക് പാവം എന്താണ് അവൾ ചെയ്തിട്ടുള്ളത്? ലീലാവതി ആനന്ദിനോട് പറഞ്ഞു. മോനെ, അച്ഛനെ വിളിക്കടാ. മോളെ ഈ തരത്തിൽ കണ്ടാൽ എല്ലാ പിണക്കവും തീരും. ഈ കിടപ്പിൽ നിന്ന് അവളെ നമുക്ക് രക്ഷിക്കണം മോനെ, രക്ഷിക്കണം. അവർ കരയുകയാണ്. അമ്മ വിഷമിക്കാതെ, ഞാനിപ്പോൾ അച്ഛനെ വിളിക്കാം. അച്ഛൻ വരും, ആനന്ദ് പറഞ്ഞു. അവൻ പുറത്തേക്കിറങ്ങി ശ്രീനിവാസനെ വിളിച്ച് വിവരം പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾക്കും വല്ലാതെ ഷോക്കായിപ്പോയി. വിധി എടുത്തിട്ട് അമ്മാനമാകുന്ന മകളോടാണല്ലോ താൻ പകവെച്ച് പുലർത്തിയതെന്ന സങ്കടത്തോടെ അയാൾ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങി. ശ്രീനിവാസൻ വരുമ്പോൾ വിനുവിൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ച് ഫീഡിംഗ് ബോട്ടിലിൽ വെള്ളം നീട്ടി കാച്ചിയെടുത്ത പാൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ലീലാവതി. നോക്ക്, നമ്മുടെ പൊന്നുമോൾ. ലീലാവതി കുഞ്ഞിനെ ശ്രീനിവാസന് കാട്ടിക്കൊടുത്തു. ശ്രീനിവാസൻ കണ്ടു വിഷ്ണുവിൻ്റെ ആ കുഞ്ഞു പതിപ്പിനെ. മകളെ കണ്ടു. അവളുടെ ദയനീയമായ കടപ്പ് കണ്ടു. കവിഞ്ഞൊഴുകുന്ന കണ്ണുകളും വിതുമ്പുന്ന അധരങ്ങളും കണ്ടു. എനിക്കിങ്ങനെ ജീവിക്കണ്ട അച്ഛാ, എനിക്ക് വയ്യ ഇങ്ങനെ കിടക്കാൻ. വിനു ശ്രീനിവാസനെ കണ്ടതോടെ പൊട്ടിപ്പിളർന്ന് കരച്ചിലായി. എൻ്റെ പൊന്നു മുത്തിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയാണ്ട് എനിക്ക് ജീവിക്കണ്ട അച്ഛാ. ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് തന്നെ അതിനാണ്. എന്നിട്ടും അച്ഛനെ കണ്ടപ്പോഴാണ് അവൾക്ക് സങ്കടത്തിൻ്റെ അണക്കെട്ട് തുറന്നത്. എനിക്ക് മരിക്കണം അച്ഛാ. ആരേലും എനിക്കൊരിത്തിരി വിഷം തരണേ, ആരേലും തരണേ. ശ്രീനിവാസൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അയാൾ കണ്ണുകളും മുഖവും അമർത്തി തുടച്ചു. മകളുടെ സങ്കടം കാണാനുള്ള കരുത്ത് അപ്പോഴയാൾക്കില്ലായിരുന്നു. ശ്രീനിവാസൻ ഡോക്ടറെ കണ്ടു. പ്രഷർ കൂടിയതിൻ്റെ കുഴപ്പമാണ്. തലച്ചോറിലേക്ക് അമിതമായി രക്തം പ്രവാഹിച്ചതിൻ്റെ ചെറിയ ആഘാതം. ഒരു വശം തളർത്തിയിരിക്കുന്നു അത്. ഇപ്പോൾ
BP നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. അധികം ഭയപ്പെടാനൊന്നുമില്ല. രോഗം മാറ്റാൻ കഴിയുന്നത്ര എന്തും ചെയ്യാൻ ഡോക്ടേഴ്സ് തയ്യാറാണ്. രോഗം മാറി വിനു പൂർണ്ണ ആരോഗ്യവതി തന്നെയാകും, അങ്ങനെ വിശ്വസിക്കണം. ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശ്രീനിവാസനും ആശ്വാസമായി. ശ്രീനിവാസന് മാത്രമല്ല, ലീലാവതിക്കും അരുന്ധതിക്കും ഒക്കെ അത് ആശ്വാസം തന്നെയായിരുന്നു. വിനു രക്ഷപ്പെടുമെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടുത്തിയേ തീരൂ. 3-ാം ദിവസം ഒബ്സർവേഷൻ റൂമിൽ നിന്ന് പേ വാർഡിലേക്ക് വിനുവിനെ മാറ്റി. റൂം എടുക്കാനുള്ള ഏർപ്പാടുകളും അരുന്ധതി ചെയ്തിരുന്നു. ഭാഗ്യത്തിന് റൂം വേക്കൻ്റ് ഉണ്ടായിരുന്നു. അത് കിട്ടുകയും ചെയ്തു. റൂമിൽ വിനുവിനോടൊപ്പം ലീലാവതിയും അരുന്ധതിയും ഇന്ദിരയും സ്ഥിരം നിന്നു. രാജേശ്വരിയും പ്രഭാകരനും ഇടയ്ക്കിടെ വന്നു വിവരം അറിഞ്ഞ് അരുന്ധതിയുടെ സഹോദരൻ കൃഷ്ണനുണ്ണിയും ഭാനുമതിയും വന്നിരുന്നു. ശ്രീനിവാസം വന്നും പോയും കാര്യങ്ങൾ അന്വേഷിച്ചു. സ്കൂളിൽ പോയിട്ട് വരുന്ന വഴി ദിവസവും അനന്ത് ഹോസ്പിറ്റലിൽ കയറി വിവരങ്ങൾ അന്വേഷിച്ചു. 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. ജനിച്ച കുഞ്ഞിൻ്റെ പേരിടൽ കർമ്മത്തെക്കുറിച്ചോ അരഞ്ഞാണം കെട്ടുന്ന ചടങ്ങിനെക്കുറിച്ചോ ആരും ഓർമ്മിച്ചില്ല. ഓർമ്മിച്ചാൽ തന്നെ ആരും അത് പറഞ്ഞതുമില്ല. വിനു ഒന്ന് തനിയെ എണീറ്റിരിക്കണം, ആ ലക്ഷ്യമാണല്ലോ മനസ്സിലും. 1 മാസം കൊണ്ട് പറയത്തക്ക പുരോഗതിയൊന്നും ഉണ്ടായതുമില്ല. വലത് വശത്തിനാണ് തളർച്ച. ആ വശത്തെ കാലിനും കൈക്കും സ്പർശന ശക്തി അല്പം കിട്ടുന്നുണ്ടെന്ന് വിനുവിന് തോന്നി. കാൽവിരലുകളും കൈവിരലുകളും അല്പം ചലിപ്പിക്കാനും കഴിയുന്നുണ്ട്. അതിലപ്പുറം കയ്യോ കാലോ തനിയെ ചലിപ്പിക്കാൻ അപ്പോഴും കഴിയുന്നില്ല. ഇങ്ങനെ എത്ര നാൾ? ഡിസ്ചാർജ് ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തുടർന്നാൽ മതി. ശരി, ശ്രീനിവാസൻ സമ്മതിച്ചു. അരുന്ധതിക്കും അത് സമ്മതമായി. പക്ഷെ എങ്ങോട്ട്? വിനുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? അതൊരു വലിയ പ്രശ്നമായി. ശാന്തിയിലേക്ക് കൊണ്ടുപോയാലോ? 1 മാസം പ്രായമായൊരു കുഞ്ഞ്, ഒരു വശം തളർന്ന അതിൻ്റെ അമ്മ, 2 പേർക്കും എന്തിനും എപ്പോഴും പരസഹായം വേണം. 55 കഴിഞ്ഞ അനാരോഗ്യമുള്ള അരുന്ധതിക്ക് ഇരുവരെ ഒരുമിച്ച് നോക്കാനാകുമോ? എന്തിനെ സഹായിച്ചാൽ കൂടി 2 പേര് ശക്തമായി താങ്ങിയാലേ വിനുവിനൊന്ന് നിൽക്കാനാവൂ. അതിനാരുണ്ട് ശാന്തിയിൽ? അരുന്ധതി ലീലാവതിയോട് പറഞ്ഞു. ഒരാൺതുണയില്ലാതെ ഒരു ഗർഭിണിയെ വീട്ടിൽ നിർത്തിയതിൻ്റെ ഫലം ഞാൻ നല്ലോണം അനുഭവിച്ചു. അതുകൊണ്ട് ഇനി ആ റിസ്ക് എടുക്കാൻ വയ്യ ലീലാവതി. സങ്കടപ്പെട്ടിട്ടാണെങ്കിലും അവർ തുടർന്നു. ചിറ്റാഴത്താകുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. കുറച്ച് ആയുർവേദവും ചെയ്താൽ വിനു പഴയപടി എണീറ്റ് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുവരെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. വേണ്ട, ശക്തമായിരുന്ന ശ്രീനിവാസന്റെ സ്വരം. തികഞ്ഞ ഗൗരവത്തിൽ അയാൾ തുടർന്നു. ചികിത്സിക്കാനാണെന്നുള്ള പേരും പറഞ്ഞ് തളർന്നുപോയ എൻ്റെ മകളെ വീട്ടിലേക്ക് നടതള്ളാനാണല്ലേ നിങ്ങളുടെ പ്ലാൻ? ലീലാവതി നടുങ്ങിപ്പോയി. എന്താണ് ഈ പറയുന്നത്? അരുന്ധതിയും വിളറി. കുഞ്ഞ് നിങ്ങൾക്ക്, കുഞ്ഞിനും തള്ളയ്ക്ക് അവകാശപ്പെട്ട സ്വത്തും പണവും നിങ്ങൾക്ക്, തളർന്നു കിടക്കുന്ന ഒരു തടി മാത്രം ഞങ്ങൾക്ക്. ആ പണി പള്ളി പറഞ്ഞാൽ മതി. അത് ഇതിനെ തടിയാക്കി ഒരു തന്നെ ജീവൻ വെപ്പിച്ചെടുത്താൽ മതി. ഞങ്ങൾക്കെന്തിനാ? വാടാ ഇവിടെ. ശ്രീനിവാസൻ ലീലാവതിയുടെ നേരെ ഗർജിച്ചു. അവർ അന്തം വിട്ടു നിന്നു. അയാൾ അവരെ ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് പാഞ്ഞുപോയി. ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തെത്തിയപ്പോഴേക്കും ലീലാവതി വല്ല വിധേനയും തൻ്റെ കൈത്തലം ശ്രീനിവാസന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? അവിടെയും ഇവിടെയും ആൾക്കാരും രോഗികളും നിൽക്കുന്നുണ്ടെങ്കിലും ലീലാവതി അത്യന്ത സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. എന്താണോ? ശ്രീനിവാസൻ തിരിഞ്ഞ് അവരുടെ നേർക്ക് നോക്കി. നിനക്കെന്നാ? ഞാൻ പറഞ്ഞത് തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങളെപ്പോലെ ഇത്രയും സ്വാർത്ഥനും ക്രൂരമാനുമായ ഒരച്ഛനും ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകരുത്, ലീലാവതി പറഞ്ഞുപോയി. ഇത്ര ആവശ്യതയിൽ നമ്മുടെ മോളെ കണ്ടിട്ട് എല്ലാം അവർ ചെയ്തോട്ടെന്നും പറഞ്ഞ് ഇട്ടേച്ചെറിഞ്ഞു പോരുക. നിങ്ങൾ പണ്ട് വെടിവെക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അത് പട്ടാളത്തിൽ വെച്ചായിരുന്നില്ലേ? വെടിവെച്ചതും കൊന്നതും രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ നേർക്ക്. അതിപ്പോൾ സ്വന്തം ജീവിതത്തിലും വേണോ? സ്വന്തം മക്കളെയും വെടിവെച്ചിരണോ? പറ, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? മകള് നമ്മുടേതാ, ശരി തന്നെ. പക്ഷേ അവൾക്ക് കൂറവിടാ, അറിയാലോ. ശ്രീനിവാസന്റെ സ്വരം മുറുകി. ഭർത്താവിൻ്റെ വീട്ടുകാരോട് കൂറ് വേണം, അതാണൊരു പെണ്ണിൻ്റെ ധർമ്മം, ലീലാവതി പറഞ്ഞു. ഇത്തിരി കൂറ് സ്വന്തം വീട്ടുകാരോടും കാണിച്ചെന്ന് കരുതി കഴുത്തേന്നും മുകളിൽ നിന്ന് തല ആരും കൊയ്തുകൊണ്ട് പോകത്തില്ല, ഉറപ്പ്. ഇത്രയും പ്രായമായിട്ട് നിനക്ക് നിന്റെ വീട്ടുകാരോട് ഇപ്പോഴും കൂറില്ലേ? അവൾ കൂറ് കാണിച്ചില്ലെന്നാരാ പറഞ്ഞത്? ലീലാവതി ചോദിച്ചു. കാണുമ്പോൾ മോറ് വലിച്ച് കീറി ചിരിക്കുന്നതാണോടി കൂറ്? പിന്നെന്തുവാ നിങ്ങൾ പറയും? ലീലാവതി തർക്കിച്ചു നിന്നു. എടി, എത്ര ലക്ഷം രൂപ കിട്ടിയവൾക്ക് നിനക്ക് കൃത്യമായിട്ട് അറിയാവോ? ഞാൻ അന്വേഷിച്ചില്ല. അത്ര ഇഷ്ടമല്ലാത്ത ഭാവത്തിൽ ലീലാവതി പറഞ്ഞു. നീ വെറും പോത്ത്. തള്ളമാരായാലേ ഇതൊക്കെ ചോദിച്ചറിയണം. എന്നാ ഞാൻ പറയാം, എല്ലാം കൂടെ 10-25 ലക്ഷത്തിന് മേലെയുണ്ട്. ആര് പറഞ്ഞു? എനിക്കറിയാം കൃത്യം.
ആർമിയിലെ മെഡിക്കൽ ഓഫീസറായിരുന്നു വിഷ്ണു. സർവീസ് ആനുകൂല്യമായിട്ട് തന്നെ എത്ര ലക്ഷം കിട്ടുമെന്ന് അറിയാമോ? ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ അത് വേറെ, സർക്കാരിൽ നിന്ന് കിട്ടിയത് വേറെ. അതിൽ നിന്ന് 1 ലക്ഷം രൂപ അവൾ ആനന്ദിന് കൊടുത്തിരുന്നേൽ സ്വന്തമായിട്ട് അവനൊരു ബിസിനസ് തുടങ്ങത്തില്ലായിരുന്നോടി. പഠിച്ചവൻ വെറുതെ നിൽക്കുമല്ലോടി. നിങ്ങൾ ചോദിച്ചോ അവളോട് പണം? ഞാൻ ചോദിച്ചില്ല. ആനന്ദ് ചോദിച്ചോ? അവൻ ചോദിക്കൂ. പിന്നെ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെന്ന് അവൾ എങ്ങനെയാണ് അറിയുന്നത്? ലീലാവതിയുടെ ശബ്ദം ആശുപത്രി പരസ്യം എന്നോർക്കാതെ തെല്ലുയർന്നു. അറിഞ്ഞു ചെയ്യണം അവള്, ശ്രീനിവാസൻ പറഞ്ഞു. അറിഞ്ഞു ചെയ്യണമെന്ന്. അറിഞ്ഞ് സഹോദരങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും വാരി കോരിയിട്ട് കൊടുക്കാൻ അത് അവൾ സമ്പാദിച്ച സ്വത്തല്ല. അവളുടെ കെട്ടുതാലിയുടെ നഷ്ടത്തിന് പകരം കിട്ടിയതാണ്. അതിൽ നിന്നൊരു ചില്ലി പൈസ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ അവൾക്ക് കഴിയുമോ? അതും ഇത്ര പെട്ടെന്ന്? ശ്രീനിവാസൻ മുഖം തിരിച്ചു. ഞാനും ഒരു സ്ത്രീയാണ്, എനിക്ക് ആ ദണ്ഡം മനസ്സിലാവും. ഭർത്താവിൻ്റെ ജീവന് പകരം കെട്ടിയ നോട്ടുകെട്ടുകളാണത്. അതിൽ അവൾക്ക് തൊടാനാവില്ല, അറിയൂ? തൊടണ്ട, അതും കെട്ടിപ്പിടിച്ചവൾ കഴിയട്ടെ. ശ്രീനിവാസൻ ചീറി. ഇപ്പോ അതിനും വയ്യല്ലോ അവൾക്ക്. ഒന്നെണീക്കാൻ പോലും വയ്യാണ്ടുള്ള ഈ കിടപ്പ്. നിങ്ങളിങ്ങനെ കണ്ണിച്ചോരയില്ലാണ്ട് പറയല്ലേ. വാ, നമുക്ക് തിരിച്ചു പോകാം. മോളെ കൂടി കൊണ്ടുപോരാ. ലീലാവതി താണു വീണു കീണു പറഞ്ഞു. എന്നിട്ട് നമുക്ക് രാഘവൻ വൈദ്യരെ കാണിക്കാം. അനക്കമില്ലാണ്ട് വീണു പോയവരെ കൂടി എണീപ്പിച്ച് നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം വിചാരിച്ചാൽ നമ്മുടെ പോൾ രക്ഷപ്പെടും. ലീലാവതിക്ക് പ്രത്യാശയുണ്ടായി. കാശുണ്ടോ നിന്റെ കയ്യിൽ? രാഘവൻ വൈദ്യൻ ചികിത്സിക്കണമെങ്കിൽ നോട്ട് കെട്ടുകൾ മുൻപിൽ വീഴണം. തുരുതുര ഉണ്ടോ നിന്റെ കയ്യിൽ? അതൊക്കെ ഉണ്ടാകുമെന്നേ ലീലാവതി അനുനയം പറഞ്ഞു നോക്കി. അങ്ങനിപ്പോൾ ഉണ്ടാക്കണ്ട, നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോണു. ശ്രീനിവാസൻ മുമ്പോട്ട് നീങ്ങി. ലീലാവതി അവിടെ തന്നെ നിന്നു. നീ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ പോരണം. ഈ ഒരെണ്ണത്തിന് മാത്രമല്ല നീ പെറ്റിട്ടത്, 2 എണ്ണം അവിടെയുണ്ട്. അതുങ്ങളുടെ കാര്യം നോക്കണമെന്നുണ്ടോ? വന്നോണം, ഇപ്പം വന്നോണം. ഗേറ്റ് കടന്ന് വഴിയിലേക്ക് ശ്രീനിവാസൻ ഇറങ്ങി. ഒരു ബസ് വരുന്നത് കണ്ടോടെ അയാൾ കൈ നീട്ടിക്കഴിഞ്ഞു. ലീലാവതിക്ക് മനസ്സിലായി അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഉടനെ അത് ഇളക്കാനാവില്ല. ആ വണ്ടിയിൽ അയാളോടൊപ്പം കയറിയില്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള തനിക്കുള്ള വാതിലും ഇതോടെ അടയും. ലീലാവതി തർക്കിച്ചു നിന്നില്ല, മുന്നോട്ട് നീങ്ങി. വണ്ടിക്കുള്ളിൽ കയറി എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീനിവാസൻ കണ്ടു കണ്ണീർ തുടച്ചുകൊണ്ട് പിന്നാലെ കയറുന്ന ലീലാവതിയെ. അയാൾക്കറിയാമായിരുന്നു അവർ പോരുമെന്നും. അരുന്ധതിയും വിനുവും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുറിയിൽ. ഇന്ദിരയും ഉണ്ട്. ലീലാവതിയും ശ്രീനിവാസനും ഉള്ളതുകൊണ്ട് പ്രഭാകരനും രാജേശ്വരിയും 3-4 ദിവസമായി വന്നിട്ട് മറ്റാരുമില്ല. ശ്രീനിവാസൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്നോ ഇട്ടെറിഞ്ഞു ഓടുമെന്നോ അരുന്ധതി സ്വപ്നം പോലും കണ്ടിരുന്നില്ല. സ്തംഭിച്ചുപോയി അരുന്ധതി അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ. ഇന്ദിരയും ആകെ പകച്ചുപോയി. എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത്? സ്വന്തം മകൾ ഈ നിലയിൽ കിടക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു വിനു. അവൾക്ക് അതിനെ കഴിഞ്ഞിരുന്നുള്ളൂ. അരുന്ധതി മെല്ലെ എഴുന്നേറ്റു. വിനുവിൻ്റെ ബെഡിൽ മേലിരുന്നു. നിർജീവാവസ്ഥയിൽ കിടക്കുന്ന വിനുവിൻ്റെ വലത് കരമെടുത്ത് തൻ്റെ ഉള്ളം കൈക്കുള്ളിൽ വെച്ചു. ചൂട് പകരാനെന്ന വണ്ണം ആ ചൂട് തട്ടി ആ കൈത്തലം ചലിക്കുന്നെങ്കിൽ ചലിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. വിനു, അരുന്ധതി വിളിച്ചു. വിനു മുഖം തിരിച്ചു നോക്കി. അടുത്തിരുന്ന അരുന്ധതിയെ കണ്ട് കൂടുതൽ വിതുമ്പുകയാണ് അവൾ ചെയ്തത്. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ, നിന്റെ പണം എടുത്തിട്ട് നിന്നെ നടതള്ളാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്? വിനുവിൻ്റെ മറുപടി വിതുമ്പൽ മാത്രമായിരുന്നു. ഏറിയാൽ ഇനി എനിക്ക് എത്ര കാലം ജീവിക്കാനാവും? എൻ്റെ മാത്രം ജീവിതത്തിനുള്ളത് പെൻഷനായി സർക്കാർ എനിക്ക് തരുന്നുണ്ട് മോളെ. എത്ര ധാരാളിച്ചാൽ പോലും അത് മതി എനിക്ക്. അതിലപ്പുറം ഒരു ചെലവ് ഈ വയസ്സുകാലത്ത് എനിക്ക് എന്താണുള്ളത്? പിന്നെന്തിനാണ് ഈ പണമെല്ലാം എനിക്ക്? എന്തിനാണ് മോളെ? വിനുവിന് മറുപടിയില്ല. ഒരു നല്ല ഡോക്ടറെ കാട്ടി ഏറ്റവും നല്ല രീതിയിൽ നിന്നെ ചികിത്സിക്കണം. അതിനുവേണ്ടി നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സഹായം തേടിയതാണ് ഞാൻ. ബാങ്കിലുള്ള മുഴുവൻ പണവും അതിനു വേണ്ടി ചെലവഴിച്ചാലും എനിക്ക് പരാതിയില്ല മോളെ. ശേഷിച്ച സ്വത്തുകൾ കൂടി വിറ്റാലും ഈ അമ്മ വിഷമിക്കില്ല. തൊട്ടിലേക്ക് ചൂണ്ടിക്കാട്ടി അരുന്ധതി തുടർന്നു. ഞാനില്ലാണ്ടായാലും ഈ കുഞ്ഞിനെ നോക്കാൻ നീ വേണം. നീ എണീറ്റ് നടന്നാലേ ഈ കുഞ്ഞ് രക്ഷപ്പെടൂ. ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെന്തിനേക്കാളും ഞാൻ അത് ആഗ്രഹിക്കുന്നു മോളെ. അതിനുവേണ്ടി മറ്റെന്തും ത്യജിക്കാനും ഞാൻ തയ്യാറാണ്. പിന്നെയാണോ പണം? വിനു ഇടത് കര ഉയർത്തി അരുന്ധതിയുടെ കൈയിന്മേൽ പിടിച്ചു. അത്രമാത്രം. നിന്റെ അച്ഛന് വല്ലാത്ത തെറ്റിദ്ധാരണയുണ്ട് കുട്ടി, അതാണ് പ്രശ്നം. വിനു മിഴികൾ അടച്ചു. ഇതിനു മുമ്പും നിന്റെ അച്ഛൻ പണത്തെ പരാമർശിച്ച് സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നു. അരുന്ധതി തുടർന്നു. കുറേ പണം നിന്റെ അച്ഛന് കൊടുക്ക്, നിന്നോടുള്ള വിരോധം പോകട്ടെ. വിനു മൗനം.
അതിന് വല്ലാണ്ട് വിഷമമാകും ചേച്ചി. ഇന്ദിര അടുത്തേക്ക് വന്നു. എന്തിനാ അതിനോട് ഇതൊക്കെ പറയുന്നത്? പാവം, അവളെ അങ്ങോട്ട് വിടാൻ മനസ്സുണ്ടായിട്ടല്ല ഇന്ദിരെ ഞാൻ അങ്ങനെ പറഞ്ഞത്. എത്രയായാലും സ്വന്തം അമ്മ നോക്കണ പോലെ വരുമോ മറ്റുള്ളവർ നോക്കിയാൽ? എന്നിപ്പോൾ ആരാ പറഞ്ഞേ? ഇന്ദിര ചോദിച്ചു. കണ്ണിൽ എണ്ണയൊഴിച്ച് ഊണും ഉറക്കവും കുളിയും തേവാരവും ഒന്നുമില്ലാണ്ട് പിന്നെ ചേച്ചി നോക്കണതോ? സ്വന്തം അമ്മയെ പോലെ ഒക്കത്തില്ലെന്ന് ആരാ പറഞ്ഞേ? ആണും തുണയുമില്ലാത്ത വീടായി പോയില്ലേ ഇന്ദിര അത്? അരുന്ധതിക്ക് മിഴികൾ നനഞ്ഞു. ഇന്നാളുണ്ടായ പ്രശ്നം അറിയില്ലേ നിനക്ക്? അന്ന് എനിക്കുണ്ടായ വെപ്രാളം, അതന്ന് ഞാനോടുണ്ടായിരുന്നില്ലല്ലോ ചേച്ചി. ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല അങ്ങനൊന്നും, ഇന്ദിര പറഞ്ഞു. അങ്ങനെയായാലും സഹായിക്കാൻ ദൈവമുണ്ട് ചേച്ചി. പൊട്ടി വീണതുപോലല്ലേ അന്ന് അനന്തുമോൻ വന്നത്? എന്താ എന്താ എൻ്റെ കാര്യം പറയുന്നത്? വാതുക്കൽ അപ്പോൾ കേട്ടു അനന്തുവിൻ്റെ സ്വരം. ദാണ്ട് വന്നിരിക്കുന്നു, 100 ആയുസ, ഇന്ദിര പറഞ്ഞു. പുഞ്ചിരിയോടെ അവൻ അകത്തേക്ക് വന്നിട്ട് തൊട്ടിലേക്ക് എത്തി നോക്കി. ആഹാ, ഉണ്ണിക്കുട്ടി ഉറങ്ങുക. പേരിടേണ്ട ദിവസം കഴിഞ്ഞു. ആരും കുഞ്ഞിന് പേരിട്ടിട്ടുമില്ല. അനന്ത് സ്വയം ഒരു പേരിട്ടു, ഉണ്ണിക്കുട്ടി. മറുപടി ആരും പറയുന്നില്ലെന്ന് കണ്ടപ്പോഴാണവൻ എല്ലാവരെയും നോക്കിയത്. എല്ലാ മുഖങ്ങളിലും സങ്കടം തിങ്ങിയിരുന്നു, എല്ലാ മിഴികളിലും നനവും. എന്തു പറ്റി? എന്തുണ്ടായി വല്യമ്മേ? അനന്തു അരുന്ധതിക്കരികിൽ വന്നു. ഒന്നുമില്ലടാ, അരുന്ധതി മുഖം തുടച്ചു. ഞാൻ അറിയേണ്ടാത്തതാണെങ്കിൽ പറയണ്ട. അനന്തുവിൻ്റെ മുഖം വാടി. കുഞ്ഞറിയേണ്ടാത്തതായതൊന്നുമില്ലല്ലോ കുഞ്ഞെ. ഇന്ദിര അനന്തുവിൻ്റെ അടുത്തേക്ക് വന്നു. നാളെ വിനുക്കുട്ടിയെ ഡിസ്ചാർജ് ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓഹോ, അതിനാ സങ്കടം? അനന്തുവിന് ആ വാർത്ത തെല്ല ആശ്വാസമായിരുന്നു. അതിനല്ല മോനെ, ഇത്രയും നാൾ ഇവിടെ കിടന്ന് ചികിത്സിച്ചു. ഇനി ഇപ്പോൾ എങ്ങോട്ടാ പോവുക? അതാ പ്രശ്നം. എങ്ങോട്ടാ പോകുകയെന്നോ? അതെന്താ ഇത്ര വലിയ പ്രശ്നമാക്കാൻ? അനന്തുവിന് ഇന്ദിര പറഞ്ഞതിലെ പൊരുൾ മനസ്സിലായില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ അംഗങ്ങളും ഉള്ളപ്പോൾ ആർക്കും അതിൻ്റെ വില അറിയില്ലല്ലോ കുഞ്ഞെ. ഇന്ദിര ചേച്ചി കാര്യം പറയൂ, മനസ്സിലാകുന്ന ഭാഷയിൽ, അനന്ത് പറഞ്ഞു. കാലും കൈയും തളർന്നു പോയപ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും വേണ്ടാതായി എന്ന് പറയുമായിരുന്നു. ശ്രീനിവാസനും ചേട്ടനും ലീലാവതി ചേച്ചിയും പോയി. അതെന്താ? അവരെന്തോ പറഞ്ഞു, കാശിൻ്റെ കാര്യ. എന്തായാലും ഒരു കാര്യം തീർച്ചയാ, വിനുമോളെ കൊണ്ടുപോയി ചികിത്സിക്കാൻ അവർക്ക് പറ്റത്തില്ല എന്ന് തീർത്തു പറഞ്ഞു. അനന്ത് സ്തംഭിച്ചു പോയി. എന്താണ് ഈ കേട്ടത്? സ്വന്തം അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞെന്നോ? പിന്നെ എന്ത് ചെയ്യും? വയ്യാത്ത കാലത്ത് വലിയമ്മയ്ക്ക് പറ്റുമോ ഇത്ര വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ? പിന്നെ ആരാ വിനുവിനെ നോക്കുക? എന്താ വല്യമ്മേ പ്രശ്നം? അനന്തു അരുന്ധതിയുടെ മുഖം പിടിച്ചുയർത്തി. എൻ്റെ ഭാഗത്ത് തെറ്റോ സ്വാർത്ഥതയുണ്ടോ എന്നാണോ അനന്തു ഇപ്പോൾ എൻ്റെ സംശയം? അരുന്ധതി ശബ്ദം താഴ്ത്തി. ആ കണ്ണുകൾ കവിഞ്ഞൊഴുങ്ങി. എന്താ വല്യമ്മേ, കാര്യം പറയൂ. എൻ്റെ മകൻ മരിച്ചു, ഒരുപാട് പണം കിട്ടി. അരുന്ധതി തുടർന്നു. എൻ്റെ മകൻ മാത്രമായിരുന്നില്ലവൻ, വിനുവിൻ്റെ ഭർത്താവും കൂടിയാണ്. വിനുവിൻ്റെ ഭർത്താവിൻ്റെ മരണാനന്തരം കിട്ടുന്ന പണത്തിന് വിനുവിൻ്റെ വീട്ടുകാർക്കും അവകാശം ഉണ്ടാവില്ലേ? അവകാശമോ? അതെ, അവകാശം. പക്ഷേ ഞാൻ ആ അവകാശത്തെക്കുറിച്ച് ഇന്നോളം ചിന്തിച്ചില്ല. കിട്ടിയത് അപ്പടി ബാങ്കിലിട്ടു. അവർക്കൊന്നും കൊടുത്തില്ല. ഞാൻ പറയാഞ്ഞത് കൊണ്ടാവാം വിനുവും കൊടുത്തില്ല. വിനുവിൻ്റെ അച്ഛൻ എന്നതിൽ ദേഷ്യവും പിണക്കവും ഉണ്ട്. അനന്ത് വിനുവിനെ നോക്കി. അവൾ കണ്ണുമടച്ച് കിടക്കുകയാണ്. അസഹ്യമായ നൊമ്പരം മുഖത്ത് ചുളിവുകൾ ഉണ്ടാക്കുന്നു. കടക്കണ്ണുകളിൽ കണ്ണീർ തടം കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് അവർ പിണങ്ങിപ്പോയി. വിനുവിനോട് പോലും ദേഷ്യപ്പെട്ട്. അരുന്ധതി തുടർന്നു. ഞാനിപ്പോൾ കരുതുകയാണ്, കുറേ പണം അവർക്ക് കൊടുത്താലോ എന്ന്. എത്ര? അവർക്ക് ആവശ്യമുള്ള അത്ര. മുഴുവനും ആവശ്യപ്പെട്ടാലോ? ആവശ്യമുള്ള അത്ര എന്ന് പറയുമ്പോൾ അതിൽ ഇത്ര വരെ എന്ന് ലിമിറ്റ് ഇല്ലല്ലോ അനന്തു. എന്നിട്ട് എന്നാലെങ്കിലും സ്വന്തം മകളോട് അവർ ദയ കാട്ടിയാലോ? മകൾക്ക് ദയവ് കിട്ടാൻ അച്ഛനും അമ്മയ്ക്കും പണം കൊടുക്കുക. കൊള്ളാം, നല്ല കാര്യം, അനന്ത് പരിഹസിച്ചു. പണത്തിനു മീതെ അനന്തു ഇന്നെല്ലാം. പണത്തിന് വേണ്ടി മനുഷ്യൻ എന്തിനും തയ്യാറാകും. പണത്തിന് വേണ്ടിയാണോ വല്യമ്മ ഈ 30 ദിവസവും സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ വിനുവിൻ്റെ അരികിൽ നിന്ന് മാറാതിരുന്ന് ശുശ്രൂഷിച്ചത്? അരുന്ധതിക്ക് ഉത്തരം മുട്ടി. അതല്ല മോനെ, വിനുവിനിപ്പോൾ ആവശ്യം ലീലാവതിയുടെ സ്നേഹവും പരിചരണവുമാണ്. അവൾക്കത് നമ്മൾ കൊടുത്തേ മതിയാകൂ. അതിനുവേണ്ടി അവർക്ക് എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാമെന്ന്. അരുന്ധതി തൻ്റെ സേഫിൻ്റെ താക്കോൽ അനന്തുവിൻ്റെ കയ്യിൽ കൊടുത്തു. നീ ശാന്തി പോയി എൻ്റെ ചെക്ക് ബുക്കുകൾ എടുത്തോണ്ട് വരൂ, ഇന്ന് തന്നെ കൊടുത്തേക്കാം. വേണ്ട. ആ നനുത്ത സ്വരം വിനുവിൻ്റെതായിരുന്നു, നനഞ്ഞ പക്ഷിക്കുഞ്ഞിൻ്റെ നേരിയ കുറുകൽ പോലെ. ചെക്ക് ബുക്ക് എടുക്കണ്ട. അനന്തവും അരുന്ധതിയും അവളെ നോക്കി. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണ്ട. അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹവും ദയവും പണം കൊടുത്തിന് വിലയ്ക്ക് വാങ്ങണ്ട. പിന്നെ? അരുന്ധതി ചോദിച്ചു. ശാന്തിയിലേക്ക് പോരാനോ?
അല്ല. അരുന്ധതി അന്താളിച്ചു. അരുന്ധതിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഒരിറ്റു വിഷം. അത് തരാനുള്ള കനിവ് എന്നോട് കാട്ടിയാൽ മാത്രം മതിയമ്മേ. മോളെ. അരുന്ധതി ഞെട്ടി എണീറ്റു. വിനു. അനന്തവും വിളിച്ചു. പ്ലീസ് പ്ലീസ് അനന്തു, എന്നോട് തരുമ്പെങ്കിലും സ്നേഹം ഇനിയും ഈ നെഞ്ചിൽ ശേഷിച്ചിട്ടുണ്ടെങ്കിൽ തരൂ. അനന്തു ഒരിറ്റു വിഷം. ഇങ്ങനെ ആർക്കും വേണ്ടാതെ എനിക്കിനി ജീവിക്കണ്ട അനന്തു, ജീവിക്കണ്ട. ആര് പറഞ്ഞു നിന്നെ ആർക്കും വേണ്ടാന്ന്? വേണം, എനിക്ക് വേണം, എനിക്ക്. പറഞ്ഞു തീരും മുമ്പ് അനന്തു അവളെ വാരിയെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് പൊത്തിപ്പിടിച്ചു. അരുന്ധതി ഇന്ദിരയും പിന്നോക്കം നീങ്ങിപ്പോയി. സഹനം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.